കശ്മീരിൽ ഒരു ഗ്രാമം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം റിസ്ക് എടുക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കശ്മീരിയെ നിങ്ങൾ നന്നായി ഒന്ന് പരിചയപ്പെടുക. പിന്നെ ഈ മഞ്ഞ് പെയ്യുന്നത് അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ അവിടുത്തെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലരൊക്കെ പറയുന്നതാണ്, പിന്നെ ഇത് നിങ്ങൾക്ക് പറയാം, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. നമ്മളെ നാട്ടിലാണ് ഈ അവസ്ഥ എന്നുണ്ടെങ്കിൽ ആളുകൾ മുൻകൈ എടുക്കും. ആ കുട്ടി സ്കൂളിൽ പോകാതിരിക്കൂല, പകരം നമ്മൾ മുൻകൈ എടുത്തിട്ട് ആ കുട്ടിയെ സ്കൂളിൽ എത്തിക്കാനുള്ള പരിപാടി നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കും. ഡൽഹി പിന്നെ ഒരുപാട് സംസ്കാരമുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്തിന്റെ സംസ്കാരം നോക്കുകയാണെങ്കിലും ഡൽഹിയിലുണ്ടല്ലോ. മുഗൾ ശേഷിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്ന സമയത്ത് പലപ്പോഴും ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ ഇതിനൊക്കെ മനസ്സിലാവുന്നത്. അവര് രണ്ടാള് പൊക്കത്തിലൊക്കെ ഉള്ള ഒരു 10 അടിയോളം ഉയരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാവും ഇവരുടെ ഒക്കെ വീട്ടിൽ. അത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ പാത്രം അവർക്ക് സ്ത്രീധനായിട്ടൊക്കെ കിട്ടും. മക്കളെ കല്യാണം കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ റൂമിൽ ഇങ്ങനെ വരും, എന്നിട്ട് ഉപ്പ അങ്ങനെ മെല്ലെ ഇങ്ങനെ, എന്നിട്ട് കെടുക്കുക എവിടെ അറിയോ, പിന്നെ പുറത്ത്, വീടിന്റെ പുറത്ത്, വരാന്തയിലോ അല്ലെങ്കിൽ പുറത്തോ. ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ഓരോ വീട്ടിലും അവിടെ കിടക്കണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ഉപദേശം എന്താണ്, ഏറ്റവും സേഫ്റ്റി നോക്കിയിട്ട് യാത്ര ചെയ്യാവൂ. നമ്മൾ റീലൊക്കെ കണ്ടിട്ട് ഇറങ്ങി പുറപ്പെടും, ഇവിടെ എത്തുമ്പോൾ ആയിരിക്കും യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ടു തുറക്കുക. ഇവിടെ ഉണ്ട് ഒരു പാമ്പാട്ടികളുടെ ഗ്രാമം, പിന്നെ ബംഗാളിൽ ഷാംസി, പാമ്പാട്ടികൾ മാത്രമുള്ള ഗ്രാമമാണ്. ഭയങ്കര രസമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും 5 6 പാമ്പുകൾ. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പാമ്പിന്റെ വാലൊക്കെ പിടിച്ചിട്ട്, ഞാൻ ഒരിക്കൽ അവിടെ പോയിരുന്നു. അതുപോലെ ഇങ്ങനെ പ്രദർശനമൊക്കെ ഒരുക്കിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു സംഗതി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് PT മുഹമ്മദാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരു വ്യൂവർഷിപ്പിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ PT മുഹമ്മദിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അവരൊക്കെ PT മുഹമ്മദ് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ റീൽ അയച്ചു കൊടുത്ത്, മൂപ്പര ഞാൻ കുറേ കണ്ടിരുന്നു. അപ്പോൾ ഞാനും തുടക്ക സമയത്തൊക്കെ നിങ്ങളുടെ റീൽസ് കാണുന്ന സമയത്ത് ഞാൻ പേരങ്ങനെ നോട്ട് ചെയ്തില്ലായിരുന്നു. കാരണം നിങ്ങളെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളെ ഒരു ഫിഗറാണ് മൈൻഡിൽ മെമ്മറിയിൽ ഫീഡാവുക. ഇങ്ങനെ ഇതൊക്കെ വെള്ളയിൽ തലകെട്ടൊക്കെ ഇട്ട് അവർ ഇങ്ങനെ നിന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ റീൽസ് ഇങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അന്ന് ഇപ്പോഴും റീൽസ് തന്നെ അല്ലേ കാര്യമായിട്ട് ഇപ്പൊ കണ്ടേ? പേരിന്റെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പേരിൽ, ഇപ്പൊ നിങ്ങൾ ഉപ്പ് വേറെ എന്തെങ്കിലും ഒരു പേരിൽ ഒരു യാത്ര തുടങ്ങിയാണ് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലോക്കൽ പാസഞ്ചർ, ഞാൻ മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരിനൊരു ബ്രാൻഡ് ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് PT മുഹമ്മദ് തന്നെ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് പലർക്കും എന്താ അറിയില്ല, അറിയാം എൻ്റെ പേരറിയില്ല. പകരം നിങ്ങൾ കഥ പറയാൻ കഥ പറയണ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ ഏകദേശം എല്ലാവരുടെയും അനുഭവം, നമ്മളൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഏകദേശം എല്ലാവരുടെയും ഒരു അനുഭവം ഇങ്ങനെയാന്ന് ഫീൽ ചെയ്ത്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയണേ, PT മുഹമ്മദ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൂടെ അത്രയും ആഴത്തിൽ യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് ഒരുപാട് കഥകൾ ഇന്ന് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു യാത്രക്കാരനാണ്. കേട്ടുകേൾവിയില്ലാത്ത കഥകളെ, തീരെ അറിയാത്ത കുറെ കഥകൾ അതിൽ. അപ്പോൾ സാധാരണ നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിക്കാലം അല്ലെങ്കിൽ ഡിഗ്രി വരെ ആ ഒരു ടൈം വരെ നമ്മളൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു എത്താൻ പറ്റാത്തൊരു ഏരിയ. പൂതിയുണ്ട് മണാലി, നമ്മൾ അന്ന് കേൾക്കുന്നത് മണാലി, കസോള്, കശ്മീർ. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് എത്തിപ്പെടാ ട്രെയിനിൽ 2 ദിവസത്തെ യാത്ര. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇടയിൽ ഭയങ്കര ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ഓരോ കൺസെപ്റ്റും ഓരോ സ്റ്റീരിയോ ടൈപ്പൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഉണ്ടാവുക. നമ്മൾ യാത്ര ചെയ്താൽ പോലും നിങ്ങൾ യാത്ര ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത് പോലെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നത്. വീടുകളിൽ എത്തുന്നു, ഭക്ഷണം ലഭിക്കുന്നു, അവിടുത്തെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ യാത്ര ചെയ്താൽ പോലും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല പലർക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കശ്മീരിൽ കുറേ വട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ കശ്മീരിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ. കശ്മീരിൽ ഞാൻ പോകുന്നത് ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന 12 സ്റ്റാഫ് ഉണ്ട്. മലയാളികൾ, ഫുൾ മലയാളികൾ അല്ല, കശ്മീരി 12 ആളുകളുണ്ട്. അപ്പൊ അവരുടെ വീടുകളിലേക്ക്, പിന്നെ ഞാൻ മർക്കസിലാണ് പഠിച്ചത്, എനിക്കൊരു കശ്മീരി
പിന്നെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്ക് അവരുടെ ഗ്രാമത്തിലേക്കൊക്കെയാണ് പോവുക. അവർ പ്രത്യേകിച്ച് നമ്മളൊക്കെ വരിക എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ആൾ വരിക എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമല്ലേ. അപ്പോൾ അത് അനുഭവിക്കാൻ കിട്ടി എന്നുള്ളതാണ് എൻ്റെ വീഡിയോകളിലുള്ള ഭാഗ്യം. അപ്പൊ അത്രയും ലോക്കലായിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് ആകെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് നമ്മൾ മുമ്പ് പറഞ്ഞു. നമ്മള് കശ്മീർ പോയപ്പോ നമ്മള് സാധാരണ കശ്മീർ പോയാല് സാധാരണ എന്താ ചെയ്യാ, ഒരു പാക്കേജിൽ അങ്ങനെ എങ്ങനെ പോയാലും സോനമാർഗ്, ഗുൽമർഗ്, പഹൽഗാം, കുറച്ചും കൂടി അപ്പുറത്ത് ശ്രീനഗറിൽ 2 ദിവസം അവിടെ മറ്റേ ഹസ്രത് ബാലി അതൊക്കെ പള്ളികളൊക്കെ കണ്ട്, പിന്നെ കുറച്ചും കൂടിയും ഇതൊക്കെ ഉള്ള ഒരു ട്രാവലേഴ്സൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഖുറൈസ് വാലിയൊക്കെ പോകും. ഇങ്ങനെയൊക്കെ പോയി തിരിച്ച് അടുത്ത് കശ്മീർ പോയ സമയത്ത് എൻ്റെ കൂടെ ഒരു പാക്കേജ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഓനെ എപ്പോഴും ഫോൺ വരും. അപ്പോൾ അങ്ങനെ സോനാമർഗ്, ഗുൽമർഗ്, അതാണ് കശ്മീർ എന്നുള്ളതാണ്. ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അതാണ് ഫസ്റ്റ് ഇതിൽ കൊടുക്കുക. പക്ഷെ അതിനപ്പുറം ഒരു കശ്മീരിന് ഞമ്മക്ക് ഇങ്ങനെ പൂതി ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു കശ്മീർ നമുക്ക് കാണാണ്ടല്ല, ഒരു ടൂറിസ്റ്റ് ആയിട്ട് കാണണ്ടല്ല, പക്ഷെ ഒരു മുസാഫിർ എന്ന് കുറച്ചും കൂടി അവരുടെ കൾച്ചർ അറിയാന്, അവരുടെ ഒരു നമ്മൾ ഈ കേൾക്കുന്ന കശ്മീരിയത്ത്, ഈ ഒരു സ്നേഹം, ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതറിയണമെങ്കിൽ നമ്മൾ ശരിക്കും മനുഷ്യന്മാരായിട്ട് കോണ്ടാക്റ്റിൽ പെടണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പഹൽഗാമിൽ അരുവാലിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള കുറേ ചെക്കന്മാർ അവിടെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നത് നമ്മളിങ്ങനെ കണ്ട്. അപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഫുഡ് വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കായില്ലാതെ ഇറച്ചിക്കാത്തിക്കണവർ ഇങ്ങനെ വർത്താനൊക്കെ പറയും. അങ്ങനെ ഒരു നിയത്തിലല്ല, ജസ്റ്റ് വർത്താനം പറയും. അപ്പോൾ കശ്മീരിയാണല്ലോ, ഓരോടെ ഒരു ബേസിക് അതബുണ്ടല്ലോ ഒരു കാണിക്കുന്നത്. അപ്പോൾ ഒരു നമ്മളെ കൂടെ പിടിക്കുന്നത്, നമ്മൾ കേരളത്തിൽ നിന്നാണ് അറിയുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാഫിളാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദറജണ്ട് മാറിപ്പോയി. നമ്മക്ക് നമ്മളെ കുറിച്ച് അത്ര വില അല്ലെങ്കിലും ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു ആദരവ്, അങ്ങനെ സംസാരിച്ചാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരണം എന്ന് അവർ പറയുന്നു. അങ്ങനെ നമ്മൾ ആ യാത്ര കഴിഞ്ഞ് ഓരോ തിരിച്ചു പോവാൻ ട്രെയിൻ മിസ്സായി. നമുക്ക് മറ്റേ ഇവിടുന്ന് ആ ട്രെയിൻ മിസ്സായപ്പോ നമ്മള് വെറുതെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മള് ശ്രീനഗറിൽ പോനാ. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഈ കശ്മീരിൽ ഒരു ഗ്രാമം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം റിസ്ക് എടുക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കശ്മീരിയെ നിങ്ങൾ നന്നായി ഒന്ന് പരിചയപ്പെടുക, സംസാരിച്ചാൽ മതി. അവരുടെ ഞങ്ങൾ ഈ അടുത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ വാഹനത്തിൽ പോവാണ്. അപ്പോൾ ഉണ്ട് കന്യാകുമാരി ടു കശ്മീർ ഒരു പയ്യ ഇങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഒരു കശ്മീരി ഇങ്ങനെ വന്നിട്ട് ചായ് പീക്ക ജാന എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ടുപോകാൻ നിൽക്കുക. അപ്പൊ ഇതാണ് അവരുടെ ആതിഥ്യ മര്യാദ. അത് ഒരു ഗ്രാമത്തിലെ ആളുകളെ പരിചയപ്പെടുക, അവര് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും. അത് കശ്മീരിന്റെ ഒരു പ്രത്യേകതയാ. അത് എത്ര ഉൾഗ്രാമത്തിൽ പോലെ, എത്ര ഉൾഗ്രാമത്തിലാണെങ്കിലും ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ നമ്മള് പോയിരുന്നത് ഷോപ്പിയാനിലാണ്. ഇപ്പോൾ ശ്രീനഗറിന്റെ കുറച്ചുകൂടി അടിയിലെ ഒരു മൂലക്കലാണല്ലോ ഷോപ്പിയാനുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ 2 ഷെയർ ടാക്സി ഒക്കെ കടന്നതിന്റെ ശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ എത്തിയപ്പോ സീഷാൻ ഭായ് ആണ്. അപ്പോൾ നമ്മളവിടുന്ന് പഹൽഗാമിന്ന് പരിചയപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഡെന്റിസ്റ്റ് ആളാണ് അവര്. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഷെയർ ടാക്സി അവിടെ സ്റ്റോപ്പിൽ മൂപ്പര് വന്ന്, എന്നിട്ട് മൂപ്പരെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുകയാണ്. നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ നടത്തി കൊണ്ടുപോകും. അപ്പോൾ വഴി കാണുന്നവരോടൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേരളത്തിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ സലാമൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിലെത്തിയ വൻ സൽക്കാരം. അതായത് എല്ലാവരും വട്ടത്തിലിരുന്ന് ഒരു പ്രത്യേക ആർക്കിടെക്ചർ ആണല്ലോ കശ്മീരിലെ വീടുകൾ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അടുക്കളയിൽ തന്നെ ഒരു മജ്ലിസ് സെറ്റപ്പ് ഉണ്ടാവും. കട്ടിലില്ല, വീട്ടിൽ കട്ടിലില്ല, നിലത്ത് ഒരു പായ് വിരിച്ചരും. പിന്നെ മറ്റേ ഫെറങ്കിയും മറ്റേ ചൂടാക്കുന്ന ഒരു സാധനം കാങ്കടിയിൽ അപ്പൊ അങ്ങനെ കൊറേ. അപ്പൊ നമുക്ക് എവിടെയും കിട്ടാം. പിന്നെ നംകീൻ ചായ. കാങ്കടിയിലെ ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഈ കാങ്കടി ഒരു തരം സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്ന് പഠനമുണ്ട്. കാരണം ഇവരുടെ ഈ കുപ്പായം എന്ന് പറഞ്ഞാല് ഫെറൻ കുപ്പായം എന്ന് പറഞ്ഞാല് അത്രയും കട്ടിയുള്ള വസ്ത്രമാണ്. അതിനകത്ത് കനലുകൾ മാത്രമായിട്ട് ഇങ്ങനെ ചൂട് കൊണ്ടിരിക്കുകയല്ല അതിൻ്റെ ഉള്ളിൽ. ഈ ചൂട് പുറത്തു പോകുന്നില്ല. പുറത്ത് നല്ല തണുപ്പാണ്, അകത്തേക്ക് ഭയങ്കര ചൂട് ഏൽക്കുന്ന സമയത്ത് അതൊരു സ്കിൻ ക്യാൻസറിന് കാരണമാകുന്ന ഒരു പഠനമുണ്ട്. പക്ഷെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവർക്കൊരു ആശ്വാസമുള്ളൂ. ഈ എത്ര തണുപ്പത്താണെങ്കിലും ഒരു ഇതിട്ടിട്ട് ഫെറനും
ഈ കാങ്കടിയും വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സമാധാനമായി. അതിനുള്ള അത്രയും നല്ലൊരു ആശ്വാസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങള് ലാസ്റ്റ് കശ്മീർ പോയത് എന്നാ? ഈ ലാസ്റ്റ് ഞാൻ ഫെബ്രുവരിയിലാണ് പോയത്. അന്ന് ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അന്നത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ ഈ അത്രയും തണുപ്പത്ത് കശ്മീർ ഇതുവരെ പോയില്ല. ഈ മഞ്ഞ് പെയ്യുന്ന സമയത്ത് തണുപ്പ് കുറവായിരിക്കും പൊതുവെ. അത് നമ്മളിങ്ങനെ ആലോചിക്കുക എന്താ, നമ്മൾ ഫ്രീസറിന്റെ ഉള്ളിൽ കയറിയിരുന്നാൽ എന്തായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. നമ്മളിപ്പോ മഞ്ഞില്ലാത്ത സ്ഥലത്ത് പോയപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ മഞ്ഞ് പെയ്ത കാറ്റ് കുറയുന്നതാണ് അവര് പറയുന്നത്. എനിക്കറിയില്ല ആ വിഷയത്തെ കുറിച്ച്. പിന്നെ ഈ മഞ്ഞ് പെയ്യുന്നത് അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ അവിടുത്തെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലരൊക്കെ പറയുന്നതാണ്, പിന്നെ ഇത് നിങ്ങൾക്ക് പറയാം, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയാറുണ്ട്. പക്ഷെ അവർക്കത് കഷ്ടപ്പാടല്ല. അവർക്ക് മഞ്ഞ് മൂടിയിട്ട് വലിയ ഹൈറ്റിലൊക്കെ മഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലാണ് വലിയ കഷ്ടപ്പാട്. അല്ലാതെ സാധാരണ രീതിയിൽ ഒരു 2-3 അടി ഉയരത്തിലൊക്കെ മഞ്ഞ് വീണാൽ അത് അവർ ആഗ്രഹിക്കുകയാണ്. ബറഫ് ഹേത്തോ ബീമാരി ദൂറോ ജായക എന്നാ പറയാം. മഞ്ഞ് വീണാൽ രോഗങ്ങളെല്ലാം മാറും. അപ്പോൾ അവർക്കൊരു ആശ്വാസം അതുവഴി കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് മഞ്ഞ് വീഴണം. ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണമൊക്കെ ആയിട്ട് മഞ്ഞ് വീഴ്ച കാശ്മീരിൽ കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ എല്ലായിടത്തുള്ള ബാധ അവിടെ ഉണ്ടായിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പത്തെ ചൂടെന്താ? ഇപ്പൊ ഇന്നലത്തെ ഒരു ന്യൂസാ, സൂര്യാതാപമായിട്ട് നാട്ടില് 3 ആൾക്ക് ഭയങ്കര പ്രയാസമാണ് നാട്ടിലുള്ളവരൊക്കെ പറയുമ്പോ. ഇവിടെ ഡൽഹിയിൽ ഇങ്ങനെ എന്റെ വീഡിയോ കാണുമ്പോ പറയേ, ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ അങ്ങനെ നിക്കാൻ തോന്നുന്നില്ല. എല്ലാരും വല്ലാത്ത തണുപ്പ് അനുഭവിക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ ചൂട് ഇങ്ങനെ വിയർത്ത് നിക്കല്ലേ. അപ്പോഴാണ് നിങ്ങളെ വീഡിയോ കുളിരായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മള് കാശ്മീരിൽ ഇങ്ങനെ ഇറങ്ങാം. അതായത് എനിക്ക് നിങ്ങളെ നമ്മള് ഇന്റർവ്യൂ ചെയ്യണ്ടെന്ന് ഇങ്ങനെ ആദ്യം വന്നപ്പോ നമുക്ക് ആദ്യം മനസ്സിൽ ഇങ്ങനെ തോന്നിയിരുന്ന സാധനമാണ്, എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യ, എന്തിനാണ് നിങ്ങൾ നോർത്ത് ഇന്ത്യ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? അതറിയണമെന്ന് ഭയങ്കര. ഞാനൊരു സാഹചര്യം കൊണ്ട് ഇങ്ങോട്ട് എത്തിപ്പെട്ട ആളാണ്, അല്ലാതെ ഇങ്ങനെ നോർത്തിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ പോന്ന ആളൊന്നുമല്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർക്കേഴ്സ് നോളജ് സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങോട്ടൊരു യാത്ര എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷെ അത് പിന്നീട് ഇങ്ങനെ മുടങ്ങി. പക്ഷെ അപ്പം എങ്ങനെ മനസ്സിൽ എപ്പോഴും യാത്ര ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്ന്. അതുവരെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു യാത്ര അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ യാത്ര മുടങ്ങിയ സമയത്ത്, ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്ത സമയത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ ആലോചിച്ചു. ഓരോ സംസ്ഥാനത്തെയും സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഭയങ്കര രസമുണ്ട്, നമ്മളെ കേരളത്തിലെ പോലെ ഒന്നുമല്ല. അങ്ങനെയാണ് പിന്നീട് ഒരു താല്പര്യം വരുന്നത്. പക്ഷെ അത് മുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഡൽഹിയിലേക്ക് എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അല്ല ജോലി ചെയ്യുന്ന ഡൽഹിയിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ഞാൻ ഡിസൈനറാണ്. അപ്പോൾ അതിനിവിടെ സ്കോപ്പ് ഉണ്ട്, MNCകളിലൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു സംഗതി. അപ്പോൾ ശനി ഞായറൊക്കെ ലീവ് കിട്ടും. അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാം. ഇവിടെ ആണെങ്കിൽ സുഹൃത്തുക്കളുണ്ട്, അവരുടെ കൂടെ നിൽക്കാം എന്നൊക്കെ. അങ്ങനെയാണ് ഇവിടെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടിയത്. എല്ലാരും അങ്ങനെ ഒരു നീയത്ത് പറയലുണ്ട്. അസ്ലാമായിട്ട് നമ്മള് സംസാരിച്ചപ്പോഴും ഇപ്പൊ 2 ഓപ്ഷൻ വന്നു, ബാംഗ്ലൂരും ഡൽഹിയല്ലേ ഒന്ന്, ഗൾഫിലും വന്നു ഡൽഹി വന്നു. അങ്ങനെ ഓപ്ഷൻസ് വന്നപ്പോ ഇവര് ഡൽഹിയാ ചൂസ് ചെയ്ത്. അങ്ങനെ ഡൽഹി എന്ന് പറയുന്ന ഒരു ഹബ്ബാണല്ലോ പലയിടത്തും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ശനി ഞായറും എന്താണ് ഓരോ സ്ഥലത്ത് പോകാൻ നമ്മളത് സ്റ്റുഡൻസ് പോലും പലപ്പോഴും ഡൽഹി ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു കശ്മീർ പോയി വരണമെങ്കിൽ 2 ദിവസം പോകാനും വരാനും യാത്രനെ വേണ്ടി വരും. ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ അപ്പോ ആ ഒരു യാത്ര നമുക്ക് ഇതിന് ഒരു വീക്കെൻഡിൽ പോയി വരാവുന്ന ഡിസ്റ്റൻസിൽ പല ഏരിയകളും. ഡൽഹി പിന്നെ ഒരുപാട് സംസ്കാരമുള്ള ഒരു സ്ഥലമാണല്ലോ. ഇപ്പൊ ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്തിന്റെ സംസ്കാരം നോക്കുകയാണെങ്കിലും ഡൽഹിയിലുണ്ടല്ലോ. ഇപ്പൊ അഫ്ഗാൻ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക ഏരിയകളുണ്ട്, അവരുടേതായ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഈ ബിൽഡിംഗ് മൊത്തം മലയാളികള്. ശരിയല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഏരിയ ആണ്. പിന്നെ ഒരു കൾച്ചറലി അത് മാത്രമല്ല, പിന്നെ നമ്മളൊരു ആർക്കിയോളജി ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഹുമൈൻ ടൂം, അതുപോലെ കുത്തബ് മിനാർ, ജമാ മസ്ജിദ്, അങ്ങനെ തുടങ്ങിയിട്ട് മുഗൾ ശേഷിപ്പുകൾ ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഈ മുഗൾ ശേഷിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്ന സമയത്ത് പലപ്പോഴും ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ ഇതിനൊക്കെ മനസ്സിലാവുള്ളൂ. നമുക്ക്
ഹുമയൂൺ ടൂം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ളതും ഇപ്പൊ ഓൾഡ് ഡൽഹി ന്യൂ ഡൽഹി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഓൾഡ് ഡൽഹി എന്നുള്ളത് ഷാജഹാനാബാദ് ആയിരുന്നു എന്നുള്ളത്. ഷാജഹാൻ ഉണ്ടാക്കിയ ഡൽഹിയെ കുറിച്ചാണ് ഓൾഡ് ഡൽഹി എന്ന് പറയുന്നത്, പലർക്കും അറിയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പലർക്കും ആഗ്ര ഡൽഹിയിലാണ് പോയത്. അലിഗഡ് ഡൽഹിയിലാണ്. ഡൽഹിക്ക് താജ്മഹൽ താജ്മഹൽ ഇവിടെ എന്നുള്ളത് ചോദിക്കും. അപ്പൊ അത് ഇപ്പോഴും ഡൽഹിയിലാണെന്ന് ആളുകൾ കരുതിയിരിക്കുന്നത്. പക്ഷെ അത് ആഗ്ര എന്നുള്ളത് മുഗൾ കാലഘട്ടത്തിൽ ആദ്യത്തെ തലസ്ഥാനാണ്. പിന്നീടാണ് ഡൽഹി വരുന്നത്. അന്ന് ഷാജഹാനാബാദ് ആയിരുന്നു. ഷാജഹാനാബാദിന്റെ ഒരു മാപ്പ് നമ്മുടെ ഗാട്ടാ മസ്ജിദ് ഇല്ലേ, ദരിയാഗഞ്ച്, അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, പഴയ മാപ്പ്. അപ്പൊ അവിടെ ഉള്ളത് ഷാജഹാനാബാദിന് 14, എനിക്ക് എൻ്റെ ഓർമ്മയിൽ 14 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് കശ്മീരി ഗേറ്റ്, അതിലൊന്നാണ് പിന്നെ തുർക്കുമാൻ ഗേറ്റ്, അതിലൊന്നാണ് ഡൽഹി ഗേറ്റ്, മറ്റൊന്ന് വേറെ ഏത് ഗേറ്റാണ്, ലാഹോരി ഗേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ലാഹോറും പാകിസ്ഥാനും എല്ലാം ഈ മുഗളിന്റെ ഭാഗമാണല്ലോ, അവിടെ നിന്നുള്ള ഡയറക്ഷനിലുള്ള. അതെ, അജ്മീർ ഗേറ്റ്. അജ്മീർ ഗേറ്റിലൂടെയാണ് അന്ന് അജ്മീറിലേക്കുള്ള വാഹനങ്ങൾ കിട്ടുക. അവരുടെ ഒരു ടൗൺ പ്ലാനിങ്ങിന്റെ അങ്ങേയറ്റാണ് അജ്മീറിലേക്കുള്ള വാഹനം. അതുപോലെ അജ്മീറിൽ പോയവർക്ക് അറിയാം അവിടെ ഒരു ഡൽഹി ഗേറ്റ് ഉണ്ട്, അവിടെ ദർഗയുടെ മുമ്പിൽ ഒരു ഡൽഹി ഗേറ്റ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനം. അപ്പൊ ഷാജഹാൻ അത്ര വിപുലമായ ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു ആളായിരുന്നു. അന്നത്തെ അതിന്റെ ബാക്കി പത്രമാണ് ശരിക്കും ഷാജഹാനാബാദ്, ഇന്നത്തെ ഓൾഡ് ഡൽഹി. മുഗൾ മാത്രല്ല, ഇപ്പൊ നമ്മള് സയ്യിദ്, ലോധി, തുഗ്ലക്, നമ്മൾ ഈ ഹെറിറ്റേജ് വാക്കിനൊക്കെ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഈ അന്നത്തെ ഓരോ മോണിമെന്റ്സിന്റെ പിന്നിലുള്ള കഥകളും ചരിത്രങ്ങളും ഒക്കെ ഇങ്ങനെ അറിയുമ്പോൾ അത്രയും റിച്ച് ആണ് ഒരു സെൻസ് പറഞ്ഞാൽ. ഭരണത്തില് മോശാന്ന് പലപ്പോഴും ഈ ഹെറിറ്റേജ് വാക്കിൽ വഴി പറയും. ഭരണത്തില് പല ഭരണാധികാരികളും മോശമായിരുന്നു, പക്ഷെ കൺസ്ട്രക്ഷനിൽ ആരും ഒരു തൂവൽ. ഇപ്പൊ ഞാൻ പറയലുണ്ട്, പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഒരു കൂവൽ മതിയാകും, പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ ഒരു തൂവൽ പൊഴിച്ചിടണം എന്നൊരു കവിതയുണ്ട്. ഒരു കവിതയുടെ ഒരു അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു എന്നതിനൊരു തൂവൽ, വെറും തൂവൽ താഴെ ഇട്ടാൽ മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ എന്നൊരു. അപ്പൊ അതിൻ്റെ പറഞ്ഞു നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്താ മതി, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നടന്നു പോയത്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ശരിക്കും മുഗൾ, ലോധി, അതാണ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കെട്ടിന്, അതായത് നിങ്ങളൊരു ഗ്രാമത്തിലേക്ക് പോയപ്പോ അധ്യാപകർ നിങ്ങളോട് സങ്കടം പറഞ്ഞ്. അതെ, അതിപ്പോ ഹരിയാനയില് പോയ സമയത്താണ്. അപ്പൊ അവിടെ ഈ 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ ദിനേന വരുന്നത് വെറും 50-ൽ താഴെ മാത്രം കുട്ടികൾ. അപ്പൊ ആ അധ്യാപകരെ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരുമോ, എന്നാലും ഞങ്ങൾ പഠിപ്പിക്കാം എന്ന രീതിയിൽ. അപ്പൊ ഈ ഗ്രാമങ്ങളിലുള്ളൊരവസ്ഥ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. ഇത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല, ഇത് കേൾക്കുന്നവർക്കാണ് അത്ഭുതം. ഞാനിത് കാണുന്ന ആളാണ്. ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ ഒരു വിളവെടുപ്പ് സമയത്ത് കുട്ടികൾ സ്കൂളിൽ വരില്ല. ഇപ്പൊ തക്കാളി വിളവെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് വിളവെടുക്കുകയാണെങ്കിൽ അവർക്ക് പാടത്ത് പോയിട്ടുണ്ടെങ്കിൽ കൃഷിയിടങ്ങളിൽ പോയാൽ ഒരു 10-20 രൂപ ആള് കൊടുക്കും. എത്ര ചെറിയ കുട്ടികള്? അത് ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഒരു പണിക്കോ? അവര് ജോലിക്ക് പോകും. ജോലിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയായിട്ട് ജോലിക്ക് പോവാന്നുള്ളത് കൊണ്ടൊന്നുമില്ല, അവരുടെ ചെറിയ എന്തെങ്കിലും മിഠായോ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾക്കാണ്. വീട്ടുകാരൊക്കെ സഹായിക്കുക. അങ്ങനെ സ്കൂളിൽ അന്ന് സ്കൂളിൽ ലീവാക്കാൻ പറ്റിയതാണല്ലോ. അപ്പൊ അത് സ്കൂൾ ലീവാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകും. അപ്പൊ ഈ സമയത്തൊക്കെ വിളവെടുപ്പ് സമയത്ത് സ്കൂളുകളൊക്കെ കാലിയായിരിക്കും. വിളവെടുപ്പ് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന സംഗതിയാണ്. ഗോതമ്പ് വിളവെടുക്കും, അത് കഴിഞ്ഞ് അടുത്ത ബാജറ വിളവെടുക്കും, പിന്നെ അടുത്ത കൃഷി ഇറക്കും. ഇതിങ്ങനെ ഒരു ഇതല്ലേ, സർക്കിളല്ലേ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിന്നെ എപ്പോഴാണ് സ്കൂളിൽ പോകാൻ സമയം. അപ്പൊ അതൊരു പൊതുവെ അങ്ങനെ ഒരു രീതി ഉണ്ട്. അല്ല, അവിടെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഈ ഉച്ചക്കഞ്ഞി സിസ്റ്റം അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഞാനിപ്പോ അടുത്ത് ഇന്നലെ ഞാൻ പോയ ഗ്രാമത്തിൽ അവിടുത്തെ ആളോട് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്കൂളിൽ എന്താ പരിപാടി. സ്കൂളിൽ ഉച്ചക്ക് നല്ല ഫുഡ് കിട്ടും, കുട്ടികളത് വാങ്ങാൻ പോകും. അത് വാങ്ങാൻ പോകും. പക്ഷെ ക്ലാസ്സുകൾ മാന്യമായി നടക്കുന്നില്ല.
അപ്പോൾ ഞങ്ങൾ നാളെ ഒരു സ്കൂളിൽ പോയ സമയത്ത് എല്ലാ അധ്യാപകരും ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, കുട്ടികളൊക്കെ ഇങ്ങനെ ഇതിലുണ്ട്. അപ്പോൾ ഇതന്നെ അവസ്ഥ, അധ്യാപകരിങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ സംസാരിക്കും. ഒരു പ്ലേ സ്കൂളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് ഊഹിക്കാൻ പോലും പറ്റൂല. പക്ഷെ ഇതിങ്ങനെ ഉള്ളതാണ് പതിയെ പിറ്റേന്നൊരു വിളി, ഹോംവർക്കും കുറേ വർക്കും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും അതായത് ഇതിനൊക്കെ കാരണം ഇവരുടെ ഒരു എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുമോ. അതായത് അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുമ്പോഴാണല്ലോ പിന്നെ ഈ എഡ്യൂക്കേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഭാവി കണ്ടിട്ടുള്ളൊരു പ്രവർത്തനമാണല്ലോ. ഓരോ കുറച്ചും കൂടി എക്യുപ്ഡ് ആക്കണം, സ്കില്ല് വളർത്തണം, അങ്ങനെ ഒരു ഭാവിയിലേക്ക് കുറച്ചും കൂടി ഉയർച്ചയിൽ എത്തണം എന്നുള്ള കോലത്തിൽ. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയതുകൊണ്ട് മാത്രമല്ല അത്. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയത് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് എത്തും, അല്ലാത്തവർ പോലും എത്തുന്നില്ല. അതായത് അവിടുത്തെ പൈസക്കാരായി ഗ്രാമങ്ങളിൽ പൈസക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ സ്കൂളിന്റെ വിഷയത്തിലൊക്കെ ചിലപ്പോൾ വിമുഖത കാണിക്കുന്നുണ്ട്. അവര് പുറത്ത് പറഞ്ഞേക്കുന്നില്ല. ഇല്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ ഈ അടുത്ത് ഞാൻ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നൊരു മുടി വെട്ടാൻ വേണ്ടിയിട്ടൊരു ബാർബർ ഷോപ്പിൽ കയറിയപ്പോൾ ഒരു കുട്ടി വന്നു. കുട്ടിയാണ് അവിടെ നിൽക്കുന്നത്, ഒരു 8ാം ക്ലാസ്സിലൊക്കെ ആ പ്രായമുള്ളൂ. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, അല്ല മുടി കൊളാക്കുമോ? ചെറിയ കുട്ടിയാണല്ലോ. അല്ല, ഞാൻ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ അവന് ഉപ്പ മരണപ്പെട്ടതാണ് 2 വർഷം മുമ്പ്. 2 വർഷം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. നമ്മളെ നാട്ടിലാണ് ഈ അവസ്ഥ എന്നുണ്ടെങ്കിൽ ആളുകൾ മുൻകൈ എടുക്കും. ആ കുട്ടി സ്കൂളിൽ പോകാതിരിക്കൂല, പകരം നമ്മൾ മുൻകൈ എടുത്തിട്ട് ആ കുട്ടിയെ സ്കൂളിൽ എത്തിക്കാനുള്ള പരിപാടി നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കും. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം കാരണത്തെ മറ്റുള്ളവർ ഒരു സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ അവനെ സ്കൂളിൽ പോകണമെന്ന് പിന്നെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? മൊത്തം സൊസൈറ്റിക്ക് പോലും ഈ എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു അതിപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ കേരളത്തിലെ സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. 96.6 ആണ് 100% ലിറ്ററസി സർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ള, ഇപ്പം ഞാൻ ഒരു ഏരിയ ഉണ്ട്, അത് ഞാൻ മറന്നുപോയി, ആ ഏരിയയിൽ 50% ലിറ്ററസി റേറ്റ്. ഇപ്പോൾ ഹരിയാനയിൽ എത്രയാണ്? 75 തോന്നുന്നു. ഹരിയാന കുറച്ച് ഉയർന്നതായിരിക്കും, ചിലപ്പോൾ 90-ന്റെ താഴെയാണ്. ഇതിന്റെ ഒരു ലെവൽ എങ്ങനെ 90-ന്റെ താഴെ ആയാലാണോ കുറവായിട്ട് കണക്കാക്കുക? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ UP ഒക്കെ 75 ആണെന്ന് തോന്നുന്നു. ഇത് എഴുത്തും വായന അറിയുന്നവര് ലിറ്ററസി റേറ്റ് 75% ആണെന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര ആള് ഭീകരത. അല്ല, കേരളത്തില് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കുറച്ച് ആൾക്കാർ, ഒരു 3.5 കോടി ജനങ്ങളുള്ളൂ. UP ഒക്കെ വലിയൊരു വാസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ 75% ആൾക്കാർക്ക് അറിയുന്നത്, 15% എന്ന് പറയുമ്പോൾ വലിയൊരു പിന്നെ ലിറ്ററസി റേറ്റിന്റെ ഒരു പിന്നെ മാനദണ്ഡം പിന്നെ PG ഒന്നും അല്ലല്ലോ, ബേസിക് ആണ്, വളരെ ബേസിക് അല്ലേ. അപ്പൊ ഇതില് എനിക്കിങ്ങനെ ജസ്റ്റ് ഇത് കേട്ടപ്പോ സംശയമാണ്, അതായത് ആളുകൾക്ക് സ്കൂൾ പഠനത്തോടാണോ ഈ വൈമുഖ്യം കാണിക്കുന്നത്, അതോ ഇവിടൊക്കെ മദ്രസകൾ ഉണ്ടാവൂലേ? ഇപ്പൊ ഈ കുറച്ചു മുമ്പ് മദ്രസ വിവാദം നടന്നിരുന്നല്ലോ, മദ്രസകളൊക്കെ അടച്ചുപൂട്ടണം, അവിടുത്തെ അധ്യാപകർക്ക് അവര് ഗവൺമെന്റിന്റെ പൈസ ചോർത്തിക്കൊണ്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു മെയിൻ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് മദ്രസ എന്ന് പറഞ്ഞാൽ അവിടെ മതപഠനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ്, ഇവിടെ നമ്മള് ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു മദ്രസ ഒക്കെ ഞാനും ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ സന്ദർശിച്ചപ്പോഴാണ് അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്കൂളാണ്. അപ്പോൾ ആളുകൾക്ക് ഈ മദ്രസ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ നാട്ടിലെ മദ്രസ എന്നുള്ളൊരു, നമ്മളെ നാട്ടിലെ മദ്രസകൾക്ക് ഇവിടെ മക്തബ് എന്നാണ് പറയാം. UP അല്ല ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ മക്തബ് എന്നാണ് പറയാം. അതിന് നമ്മളെ നാട്ടിലേതുപോലെ മദ്രസക്ക് കെട്ടിടമൊന്നുമില്ല. അതിവിടെ എല്ലാ പള്ളികളിലും ഉണ്ടാവും. അത് മതപഠനം പഠിക്കാൻ പറ്റുന്ന ഒരു മതപാഠശാല, ഓത്തുപള്ളി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പ് അറിയില്ലേ, അതിന്റെ യഥാർത്ഥ രൂപം. ഒരു ഉസ്താദ് ഉണ്ടാവും, കുറച്ച് കുട്ടികളുണ്ടാവും. നാട്ടിലെ കുട്ടികളൊക്കെ എല്ലാ പള്ളിയിലും ഉണ്ടാവും. അവര് ഖുർആൻ ഓതാൻ വരും. പള്ളി മാത്രമല്ല, ചില റൂമുകളിൽ ഇങ്ങനെ ചെറിയ ഒരു ഉസ്താദും കുറച്ച് കുട്ടികളായിട്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ചില വീടുകളിൽ ചെറിയ റൂമുകളൊക്കെ അവര് ഖുർആൻ ഓതാൻ വരും, ഖുർആൻ ഓതി കൊടുക്കും, അങ്ങോട്ടും കൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ക്ലാസ് ഇല്ല, ജയവും പരാജയവും ഇല്ല, എക്സാം ഇല്ല. നമ്മളെ നാട്ടിലത്തെ ഒരു സിസ്റ്റവും ഇല്ല. നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒത്തുപള്ളി, ഒരു ഉസ്താദും കുറച്ച് കുട്ടികളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ഇവിടെ മക്തബ് എന്നാണ് പറയാം. നമ്മുടെ നാട്ടിലേതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മദ്രസ സംവിധാനം ഉത്തരേന്ത്യയിൽ ഇവിടെ ഇല്ല.
ഇവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളെ നാട്ടിലെ വലിയ സ്ഥാപനങ്ങളിലെ മർക്കസ്, മഅദിൻ, സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം, അത് ആ ഒരു കാറ്റഗറിയിലേക്ക് വരും. അവിടെ ഇപ്പൊ എല്ലാം അവിടെ നിർബന്ധമാണ് മറ്റു വിഷയങ്ങൾ കൂടി പഠിപ്പിക്കണം എന്നത്. പിന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരും അവിടെ പഠിക്കണ്ടാവോ? മുസ്ലിങ്ങൾ ചിലയിടത്തൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല അതിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ അഗ്നിവീറിലേക്ക് ആണെങ്കിലും അതിന്റെ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു പ്രയോഗം മറന്നുപോയി. പിന്നെ അതുള്ളവർക്ക് ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ് അത് മാത്രമല്ല ഇതിലൂടെ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നവർക്കും അങ്ങനെ തുല്യതയുള്ളൊരു സംഗതിയാണ്. അതിന് ഗവൺമെന്റ് സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കാത്തവർ ഇവിടെ പഠിക്കണ്ടോ? മദ്രസയിൽ പോകുന്നുണ്ടോ? അത് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തീരെ പോവാത്തവരും ഉണ്ട്. അല്ല, അതായത് സ്കൂളിനോട് മാത്രമുള്ള ഒരു വൈമുഖ്യമൊന്നല്ല മൊത്തത്തില്. അങ്ങനല്ല. അത് എനിക്കിങ്ങനെ ഒരു സംശയം വന്നപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഇതില് ഇവിടെയാണല്ലോ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതില് നിങ്ങളെ സുക്കൂൻ എന്ന് പറഞ്ഞ സ്ഥാപനം ഇങ്ങനെ ഒരു ഉദ്യമത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സെറ്റപ്പ്? എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഉള്ളത് ലേണിംഗ് സെന്ററുകളാണ്. ലേണിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ 1-2 ക്ലാസ് മുറികൾ ഉണ്ടാവും, 2-3 അധ്യാപകരുണ്ടാവും. ഇത് സുക്കൂന്റെ കീഴിൽ? സുക്കൂൻ ലേണിംഗ് സെന്റർ ഹബ്ബുകൾ ലേണിംഗ് സെന്ററുകളാക്കുകയാണ് ചെയ്യുക. അല്ല, നമ്മൾ പുതിയതായിട്ട് പല ഗ്രാമങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ മദ്രസകൾക്കും സ്കൂളുകൾക്കും പുറമെ ഇതിന്റെ ഒരു സംഗതി എന്താന്ന് വെച്ചാല് ഇതിലൂടെ കുട്ടികളെ സമീപത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുക. അതായത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികളെ എത്തിക്കുക. അപ്പൊ എല്ലാ പ്രായത്തിലും ഇപ്പൊ അവരെ ചേർക്കേണ്ട ഒരു ക്ലാസ് ഉണ്ടാവും. അതിലേക്കുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ് അത് സംവിധാനിച്ച് 2-3 അധ്യാപകരാണ് ഒരു ലേണിംഗ് സെന്ററിൽ ഉണ്ടാവുക. വളരെ ചെറിയ സംവിധാനമാണ്. ചിലപ്പോൾ ചിലതിലൊക്കെ 60-70 കുട്ടികളൊക്കെ ഉണ്ടാവും. വിവിധ ബാച്ചുകളായിട്ടുണ്ടാവും. ആ അധ്യാപകർ ആ നാട്ടിൽ തന്നെ, ആ ഗ്രാമത്തിൽ തന്നെ നിന്ന് അവരൊക്കെ ആ നാട്ടുകാർ തന്നെയാണോ? അല്ല, മലയാളികളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കശ്മീരികളുണ്ട്, പിന്നെ ബീഹാറിൽ നിന്നുള്ളവരുണ്ട്, മണിപ്പൂരിൽ നിന്നുള്ളവരുണ്ട്. ക്ലാസ് പോലെ തന്നെ കൃത്യമായിട്ട് നടക്കും. ക്ലാസ് പോലെ തന്നെ കൃത്യമായിട്ട് എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? അത് ഇംഗ്ലീഷ് ബേസിക് കോഴ്സുകൾ, നമ്മളൊരു കരിക്കുലം ഉണ്ട്, അതനുസരിച്ച് ഒരു ബ്രിഡ്ജ് കോഴ്സാണ്. ഇത് ഇങ്ങനെ ഒരു സാധനം നടത്തി കൊണ്ടുപോകുന്നതിന്റെ ഒരു ഇൻസൈറ്റ് പോലെ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? അല്ല, ഇതുകൊണ്ട് എന്താ വെച്ചാല് ഞങ്ങള് ഇത് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികളെ നമ്മൾ സർക്കാർ സ്കൂളിലേക്ക് എത്തിച്ചു. പക്ഷെ ബഹുഭൂരിപക്ഷവും അവിടെ വീണ്ടും തുടരുന്നില്ല, പിന്നെ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. അപ്പൊ വീണ്ടും ഇതിലേക്ക് തന്നെ കൊണ്ടുവന്ന് വീണ്ടും ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ നടന്നാൽ പോരല്ലോ. അപ്പോൾ ഞങ്ങൾ കരുതി ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് വേണം. അങ്ങനെയാണ് ഹരിയാനയിൽ ആന്താക്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നമ്മൾ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിനുള്ള സ്ഥലമൊക്കെ വാങ്ങി 3 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത് തന്നെ അതിൻ്റെ തറക്കല്ലിടുകയാണ്. പിന്നെ 2 മാസം കൊണ്ട് തീർക്കണം എന്നാണ് പ്ലാന്. അതായത് പിന്നെ സ്റ്റീൽ സ്ട്രക്ചറാണ് ഫസ്റ്റ് വരുന്നത്. 2 നില ബിൽഡിങ് ഇൻഷാ അല്ലാഹ് ഒരു 2 മാസത്തിനകം പൂർത്തിയാവും. എന്നിട്ട് ഫസ്റ്റ് നമ്മളൊരു 6-7 ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികളെ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബോർഡിംഗ് സ്കൂൾ. ഞാൻ അതിൻ്റെ ഒരു സംഗതി പറഞ്ഞുതരാം. ഇന്നലെ ഹരിയാനയിൽ സാഞ്ചോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു അഡ്മിഷൻ നടന്നത്. അഡ്മിഷന്റെ ഫസ്റ്റ് എക്സാം അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ പോയിരുന്നത്. ഞാൻ അവിടെ അങ്ങനെ സന്ദർശിച്ച് വേറെ ആളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, നമുക്കൊരു ബേസിക് എന്തെങ്കിലും നോക്കണമല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് എന്നോട് ഇന്റർവ്യൂ ചെയ്ത നമ്മളെ സ്റ്റാഫ് പറഞ്ഞു, ഞാൻ ഗാന്ധിജിനെ അറിയാമെന്ന് ചോദിച്ചു ഫോട്ടോ കാണിച്ചിട്ടേ. സ്റ്റാഫിനോട്? ഇന്റർവ്യൂ കുട്ടികളോട്. ഗാന്ധിജിനെ അറിയിച്ചപ്പോൾ മൂപ്പരെ കണ്ടിട്ട് ഞാൻ നമ്മളെ നോട്ടുമലൊക്കെ ഉണ്ടാവണല്ലേ, പൈസ കൊണ്ടാണ്. അതെന്താ അപ്പൊ മൂപ്പൻ ചോദിച്ചേ, അല്ല എന്താ മൂപ്പര നോട്ടുമലൊക്കെ അങ്ങനെ കൊടുക്കണ്? ഇപ്പൊ ഞാൻ അത്യാവശ്യം തടിയൊക്കെ ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല? ചുരുക്കി അന്നെ കൊടുത്തുടയുന്നില്ലേ? അതെ, മൂപ്പരത്ത് കുറെ പൈസ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് പറഞ്ഞു നമ്മളെ നാട്ടിൽ പറഞ്ഞത് ആർക്കെങ്കിലും നല്ല തള്ളാണെന്ന് പറയും. ഇത് അനുഭവമാണ്. ഇങ്ങനത്തെ അതായത് ഇവരുടെ ഒരു നിഷ്കളങ്കതയിൽ ഉണ്ടാവുന്ന വേറെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവില്ല ഈ ഗ്രാമത്തില്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോകളിൽ പറയാത്ത നീണ്ട കഥകൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അതായത് ചില കഥകൾ നമുക്ക് ചിലപ്പോ 1.5 മിനിറ്റിൽ ഒരു റീലില് ഒരു സ്ക്രീൻ സൈസിൽ സാധനങ്ങൾ പറഞ്ഞ് തീർക്കാൻ പറ്റിയെന്ന് വരില്ല.
അപ്പം അങ്ങനെ അങ്ങക്ക് അങ്ങനെ ഈ റീലിൻ്റെ ഒരു എന്താ ഒരു ലിമിറ്റേഷനിൽ നിങ്ങൾക്ക് പറയാതെ പോയ നല്ല അനുഭവങ്ങൾ? ഞാൻ റീലില് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ഒരു 4 മിനിറ്റ് വരെയൊക്കെ നീട്ടിപ്പോകും. യൂട്യൂബിൽ ഏറ്റവും എൻ്റെ ദൈർഘ്യമുള്ള വീഡിയോ 4 മിനിറ്റാണ്. അത് ഞങ്ങളെ കാശ്മീരി വാസുവാൻ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരിക്കലും അത് കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്ത് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നിങ്ങൾ മിസ്സാക്കിയ അങ്ങനത്തതൊന്നും മിസ്സാക്കിയിട്ടില്ല. പിന്നുള്ളത് കുറെ അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ ഈ ലേണിംഗ് നമ്മളെ സുക്കൂൻ ലേണിംഗ് സെന്ററിൽ നമ്മള് ദാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഹരിയാനയിൽ. അവിടെ നമ്മളൊരു ലേണിംഗ് സെന്റർ ഉണ്ട്. ഒരു ദിവസം ഒരു പിന്നെ ലോറി ഡ്രൈവർ, ഞാൻ അന്നില്ല അവിടെ, ഞാൻ അവിടെ ടീച്ചേഴ്സ് എന്നോട് അനുഭവം പറഞ്ഞതാണ്. ഒരു ലോറി ഡ്രൈവർ വരുന്നത്, ഞാൻ 2 മാസം മുമ്പാണ് ഗ്രാമത്തിൽ നിന്ന് പോയത്. പിന്നീട് ഇങ്ങനെ കുറേ യാത്ര ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ആണ് നിങ്ങളിവിടെ ഒരു ലേണിംഗ് സെൻറ്റർ തുടങ്ങിയെന്നും പിന്നെ അഡ്മിഷനൊക്കെ നടത്തിയെന്നൊക്കെ അറിഞ്ഞ് എൻ്റെ കുട്ടീനെയും കൂടി ഒന്ന് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു നിലക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഒന്ന് കസേര കുറവാണ്, നമ്മുടെ സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് ഒരിക്കലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞേച്ച് പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും വരുന്നു. അന്നാണെങ്കിൽ ഒരു കുട്ടി ലീവ് ഉണ്ട്. ആ കസേരയിൽ എൻ്റെ കുട്ടീനെ ഒന്ന് ഇരുത്തി, ഇന്നൊരു ദിവസത്തേക്ക് ഇരുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് അവിടെ ഇരുത്തി. കുട്ടി വീട്ടിൽ പോയി. പിറ്റേന്ന് അയാൾ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഇരിപ്പിടമായിട്ടാണ് വരുന്നത്. സ്റ്റൂള് എന്നല്ല പറയാ, വേറെന്തോ ഒരു സംഗതിയാണ്. മരത്തിന്റെ അല്ല, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഗ്രാമങ്ങളിൽ നല്ലോണം ഉണ്ടാവും. അപ്പൊ സ്റ്റൂളിൽ അതേ വലിപ്പം ഉണ്ടാവും? അത്ര വലിപ്പം ഉണ്ടാവില്ല, കുറച്ചുകൂടി ചെറുതായിരിക്കും. അതുമായിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കുട്ടികളുടെ ഇതിന് സമാനമായ പുസ്തകങ്ങളും പെൻസിലും സ്ലേറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഞങ്ങൾക്ക് വേറെ നിർവാഹമൊന്നുമില്ല. ഞങ്ങൾ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായത് ഇവർക്ക് ആഗ്രഹമുണ്ട് കുട്ടികൾ മാറണമെന്നും. നമ്മളെപ്പോലെ പൊതുവെ ഗ്രാമീണർ പറയുന്നത് ഇനി നമ്മളെപ്പോലെ കുട്ടികളാവാൻ പറ്റില്ല. ഈ ലോറി ഡ്രൈവർമാർ പ്രധാനമായിട്ടും പല സ്ഥലത്തും സഞ്ചരിക്കുന്നവരാണല്ലോ. കുറച്ചും കൂടി പുറത്തിറങ്ങിയാലേ ഇതുകൊണ്ട് ഒരു ഇത് കിട്ടുള്ളൂ, ഒരു ഇൻസൈറ്റ് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഇവിടെ പലയിടത്തും ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത്ഭുതമാണ്. ടോയ്ലറ്റ് ഇല്ലാത്ത വീടോ? നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ വീട്ടിൽ എല്ലാതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് പുറത്തു വന്ന് തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല. 4 റൂമിലും ബാത്റൂം ഉണ്ട്, പിന്നെ ഒരു കോമൺ വേണം പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരു വീട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ആലോചിക്കാൻ കഴിയില്ല. പക്ഷെ ഈ ലോറി ഡ്രൈവർമാരുടെ വീട്ടിൽ പല വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാവും. അതെന്തോന്ന് വെച്ചാല് അവര് യാത്രയിൽ അവരുപയോഗിക്കുന്ന ടോയ്ലറ്റിന് ഒരു സുഖം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ യാത്രനെ കുറിച്ച് ഇങ്ങനെ അതൊരു ലോറി ഡ്രൈവർമാർ നടത്തുന്ന ഒരു യാത്രയാണല്ലോ. നമ്മൾ ഈ എപ്പിസോഡിൽ എല്ലാവരോടും ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, എന്തിനാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? അപ്പൊ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിലോസഫിക്കലി നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ. അപ്പൊ ഒരു തിരിച്ചറിവായിരിക്കും ഈ ലോറി ഡ്രൈവർ. ആ തിരിച്ചറിവാണ് എൻ്റെ മകൻ എങ്ങനെ ആക്കിയാൽ പോരാ, ഞാൻ വളർന്ന സാഹചര്യത്തിലൂടെ വളർന്നാൽ പോരാ, കുറച്ചുകൂടി വിദ്യാഭ്യാസം കിട്ടണം എന്നാലോചിച്ചിട്ട് അയാൾ വരികയാണല്ലോ. അപ്പൊ മാറണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ മാറ്റം ഇങ്ങനത്തെ കുറെ NGOs ഇപ്പോഴും പലതും ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഒരു രീതിയിൽ പ്രതികരണം, അപ്പൊ നാട്ടുകാരൊക്കെ ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണോ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സഹകരണം തന്നെയാണോ? വേറൊരു അനുഭവം കൂടിയുണ്ട്. വേറൊരു എന്നെ അവിടുത്തെ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഉച്ചക്ക് ഇവിടെ ഒരു വിരുന്നുണ്ട്, നിങ്ങൾ ഒന്ന് വരണം. അപ്പോൾ ഞാൻ പോയി. നിങ്ങളെ മൊത്തം ലേണിംഗ് സെന്ററുകളൊക്കെ ഹരിയാനയിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഹരിയാനയിലുണ്ട്, UP-യിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. പിന്നെ നമ്മളെ ഇതിലേക്കൊന്ന് വരണം, ഒരു വീട്ടിൽ വിരുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല റൊട്ടിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഗ്രാമീണ ഫുഡാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് പോകാൻ നേരത്ത് ടീച്ചർ എന്നോട് പറയാം, പിന്നെ നമ്മളിന്ന് വന്നത് ഒരു സാധാരണ കർഷകനായ ഒരാളാണ് ഈ വീട്ടുകാരന്. സാധാരണ ഒരു ലേണിംഗ് സെൻറ്റർ വന്നപ്പോൾ മൂപ്പര മകനെയും ചേർക്കണം എന്ന് പറഞ്ഞിട്ട് മകനെ ചേർത്ത്. പക്ഷെ പിന്നീട് ഈ കുട്ടിയിലുണ്ടായ മാറ്റം ഇയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഒന്ന്, ഗ്രാമങ്ങളിൽ വൃത്തിയോടെ നടക്കുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. അവരാ ചെളിയിലൊക്കെ അങ്ങനെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ
കുട്ടി എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നിർബന്ധമാക്കി കുളിച്ചു വരണം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വരണം, ഉമ്മായോട് അങ്ങനെ പറയണം, കൃത്യമായി നഖം വെട്ടുന്നുണ്ട്. പിന്നെ കുറേ ഇംഗ്ലീഷ് പദ്യങ്ങളൊക്കെ അതൊക്കെ ബേസിക്കാണ്, ഒരു സാധാരണ ലേണിംഗ് സെന്ററിൽ പോയാൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. പക്ഷെ അവർക്ക് വലിയ അത്ഭുതം. നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ സാധാരണ ജോണി എസ് പപ്പ എന്നൊക്കെ പറയല് ഇതൊക്കെ തന്നെയാണ് സംഗതി. പക്ഷെ ഈ കുട്ടികളിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് ഒരുക്കിയ വിരുന്നാണ് നമുക്ക് പറഞ്ഞു. ഇതിന് മാറ്റം അതിന്റെ കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കിയ അപ്പൊ വലിയ ഇത് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം ജനങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളതും കുട്ടികളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതും ആളുകളുടെ മൈൻഡ് സെറ്റ് ഇറ്റ്സെൽഫ് അതെ മാറുന്നുണ്ട് എന്നുള്ളതും. ഇതില് ഈ ടോപ്പിക്കല്ല, അതായത് എനിക്ക് നിങ്ങളെ തലയെക്കെട്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ മുമ്പത്തെ ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം അടുത്തൊരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞാനും ഫ്രണ്ടും കൂടിയും നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോവാണ്, ധൃതി പിടിച്ച് പോവാണ്. അപ്പോൾ പോവാൻ നേരമാണ് ഇവന് ഭയങ്കര വയറിനൊരു വേദന. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് ആ സമയത്ത് അപ്പോൾ വയറ് വേദന ഇപ്പോൾ ബുക്ക് ചെയ്യല്ലേ, നമുക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമൊക്കെ ഒന്ന് പോയി വന്നിട്ട് നമുക്ക് പോകാറുണ്ടപ്പോൾ ഓക്കെ പറഞ്ഞു. ഞാൻ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഊബർ ബുക്ക് ചെയ്ത്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത അതേ ആൾക്ക് തന്നെയാണ് പിന്നെയും വന്നത്. പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഊബർ ഓട്ടോയിലാണ്, ഞങ്ങൾ ആ ഓട്ടോയിൽ പോയി കയറി. അപ്പോൾ അയാളിനോട് ചോദിച്ച് എന്തിനാണ് നേരത്തെ നിങ്ങൾ ക്യാൻസൽ ചെയ്തത്, എൻ്റെ പേര് മുസ്ലിമാന്ന് കണ്ടോണ്ടാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലല്ലോ, ഞാൻ പേഴ്സണൽ തിരക്ക് വിട്ടുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്, എല്ലാം ഒന്നല്ല പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഓക്കെ. അപ്പോൾ നമ്മൾ കയറിയ പാടെ നമ്മൾ ഓടിക്കരച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കയറിയ പാടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് കുറച്ചും കൂടി ഓക്കെ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് മൂപ്പര് പിന്നെ ഓപ്പണായി ചോദിച്ചത് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ബുക്ക് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ നിങ്ങൾ തന്നെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ ക്യാൻസൽ ആവലുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ഏരിയകളിലൊക്കെ ആളുകളിൻ്റെ പേര് കണ്ടാൽ ചിലപ്പോൾ ആളുകൾ അങ്ങനെ ക്യാൻസൽ ചെയ്യലുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ, അതായത് ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ ആളുകൾ അങ്ങനെ ഒരു അണുക്കൾ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയില്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾ മുസ്ലിംസ് അല്ലാത്തവരുണ്ട്, പക്ഷെ അവർ ഭയങ്കര സ്നേഹമായിരിക്കും. ഇങ്ങനെ നമ്മളോട് കാണിക്കുന്ന ഒരു ആദരവുണ്ട്. എന്തെങ്കിലും പ്രൊജക്റ്റിന്റെ വർക്കിലിരിക്കുമ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ട് ഫ്രീ ആയിട്ട് വന്നാൽ മതി, ദുആക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പൊ അങ്ങനെ കാണിക്കുന്ന ഒരു ടോളറൻസ് ഉണ്ട്. പക്ഷെ എനിക്കതിങ്ങനെ പ്രകടമായിട്ട് ഈ സാധനം ഒന്നും ഇങ്ങനെ ഫീൽ ചെയ്തില്ലേ. പക്ഷെ എനിക്ക് ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ മനസ്സിലായത് ഓക്കെ ആളുകൾക്കിടയിൽ എന്നാലും ഉണ്ടല്ലേ, നമ്മ ഈ ഒരു എന്താ പാല് വിരിക്കുന്ന എന്തോ ഒന്ന് സാധനം അന്തരീക്ഷത്തിൽ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഓക്കെ താടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്രിം ചെയ്ത താടി എന്നല്ലാതെ അതിൻ്റെ അപ്പുറം അതായത് അസറുകളായിട്ട് ഇസ്ലാമിന്റെ അഷിയാറുകളായിട്ട് അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ നടക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവലുണ്ടോ? എൻ്റെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുവരെ. അൽഹംദുലില്ലാ 4 വർഷമായിട്ട് ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അത്തരം അനുഭവങ്ങളൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല എന്ന് കരുതി ബാക്കിയുള്ളതൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെയുള്ള അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പേഴ്സണലി അത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരുടെ കൃഷിയിടത്ത് പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്തരം ഫീലുകൾ ഇവരാരും തന്നിട്ടില്ല. ഞാൻ അത്തരം മനുഷ്യരിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അർത്ഥം. മേ ബി ആളുകളുടെ ഇത്രയും ഉള്ളിലുള്ള ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബോധം ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല എന്നാണോ അങ്ങനെ മനസ്സിലാക്കേണ്ടി? ഗ്രാമങ്ങളിൽ പൊതുവെ അവർക്ക് അവരുടെ ജീവിതമാണ് പ്രധാനം. ഗ്രാമങ്ങളിൽ അവർ രാവിലെ എണീക്കുന്നു, കൃഷിക്ക് പോകുന്നു, പണിയെടുക്കുന്നു, വൈകുന്നേരം നല്ല ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഇന്നലെ പിന്നെ ഒരു ഗ്രാമത്തിൽ പോയ സമയത്ത്, ഇന്നലെ പറഞ്ഞ ഗ്രാമത്തിൽ പോയ സമയത്ത് അവിടുത്തെ ഒരാൾ ഭക്ഷണം ഇന്നലെ നോമ്പ് തുറ കഴിഞ്ഞിട്ട്, അപ്പോൾ അയാൾ എന്നോട് പറയാം ഞാൻ ഒരു ദിവസം 3/4 കിലോ ദഹി കഴിക്കുന്നു. കർഷകൻ മൂല ആ ഭക്ഷണവും നല്ല തിന്നും, നല്ല വീഡിയോസിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് തോന്നുന്നത്. ഭക്ഷണത്തിന് അങ്ങനെ
എന്താ പറയാ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഫുഡ് ബ്ലോഗൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങേറുണ്ടാവും. ഇങ്ങനെ പറഞ്ഞ് അതിനെങ്ങനെ പൊലിപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അവതരിപ്പിക്കാൻ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടൈമിനാണ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ ഭയങ്കര രസം. നെഹാരിനെ പറ്റിട്ടൊക്കെ നിഹാരി ഞാൻ പിന്നെ നജീബ് റഹ്മാൻ KP ഒരു വാഹനത്തിന്റെ ക്ലോഗ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. ഓൻ വന്നിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞൊരു ഗ്രാമത്തിൽ പോകണം. ഞാൻ നിഹാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ കഴിക്കുന്നത് ഷാജഹാനും അക്ബറും ഒക്കെ കഴിച്ച റോയൽ ഫീൽ ഉണ്ട്. അപ്പൊ അത് കഴിച്ചപ്പോ ശരിക്കും ഭക്ഷണത്തിനൊക്കെ ഓരോന്നിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാമീണ ഇഫ്താർ ഇപ്പോൾ ഇന്നലെ കൂടി അത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത് പോകണം, ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുക. ഇവരുടെ ഭയങ്കര ഒരു രസമാണ് ഇവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു താളം. നമ്മൾ നാട്ടിലെ പത്തിരിയൊക്കെ ഉണ്ടാവും, പഴയ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിൽ അപ്പം ഒരു സമയമല്ലേ ആ ഒരു ഇങ്ങനെ പരത്തുന്നതും ഒക്കെ ആയിട്ടുള്ള അതുപോലെ ഒരു താളം ഇവരുടെ ഭക്ഷണത്തിനൊക്കെ ഉണ്ട്. ഈ ആളുകൾ പൊതുവെ കർഷകർ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തേക്കുള്ള ഗോതമ്പ് സൂക്ഷിച്ചതിന് ശേഷം ബാക്കിയാണ് എന്ത് ചെയ്യുക, വിൽക്കുക. അതായത് പട്ടിണി ഉണ്ടാവില്ല. ഈ ഗ്രാമങ്ങളിൽ കൃഷിയുള്ള ആളുകൾ അവര് 2 ആൾ പൊക്കത്തിലൊക്കെ ഉള്ള ഒരു 10 അടിയോളം ഉയരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാവും ഇവരുടെ ഒക്കെ വീട്ടില്. ഒരു വീഡിയോയിലാണ്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അത് എന്ന് പറഞ്ഞാല് പിന്നെ ഈ പാത്രം ഇവർക്ക് സ്ത്രീധനായിട്ടൊക്കെ കിട്ടും. അല്ലെ, വെറുതെ പറയല്ല, സ്ത്രീധനായിട്ട് ഇത്തരം പാത്രങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ നമ്മളത്ര ഡെവലപ്പ് ആയില്ല. അല്ലെ, ഇത് ഞാൻ കേട്ടിരുന്നു. അതായത് നമ്മളെ ഈ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് ഈ സ്ത്രീധനം എപ്പോഴും ഉണ്ട്, നോർമലാണ് എന്നുള്ളത്. എല്ലാ സ്ത്രീധനം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ അത്ര ബുദ്ധിമുട്ടുള്ള സ്ത്രീധനം ഒന്നും അല്ല. ഇപ്പൊ ഞാനിപ്പോ അടുത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സർപഞ്ചിന്റെ UP-ല് സർപഞ്ച് പറഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത്, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിന് സമാനമായൊരു പൊസിഷനാണ്. സർപഞ്ച് എന്ന് പറഞ്ഞ മെയിൻ ആളാണ്. അതിന് കീഴിൽ വാർഡ് മെമ്പർമാരുണ്ടാവില്ല, അതുപോലെ ഇവിടെ പഞ്ചാണ് ഉണ്ടാവുക, പിന്നെ ഒരു സർപഞ്ചും. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് പോയ സമയത്ത് അദ്ദേഹം പിന്നെ ഞാനിങ്ങനെ കൗതുകത്തോടെ കാണണം ഓരോ കാഴ്ചകളും. അപ്പൊ അങ്ങനെ പെണ്ണിനൊക്കെ കൂട്ടി കൊണ്ടുവന്ന സമയത്ത് അവിടുന്ന് വന്ന വാഹനത്തിൽ പെണ്ണ് കയറിയിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ഒരു ലോറി ഇവിടുന്ന് ഇങ്ങോട്ട് പോവാ. കൊറേ പാത്രങ്ങളാണ്, പ്ലാസ്റ്റിക് പാത്രങ്ങള്. നമ്മുടെ നാട്ടിലുണ്ടാവില്ല, റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന പാത്രങ്ങൾ. അത് മൊത്തം ഒരു ലോറിയിൽ ഇങ്ങനെ പോവാണ്. അതിൽ ഈ മറ്റേ ഗോതമ്പ് സൂക്ഷിക്കുന്ന പാത്രം ഉണ്ട്, അത് 10 അടി വലുപ്പുണ്ടാവും. ഇതാണ് സ്ത്രീധനം. ഇത് സ്ത്രീധനം. പിന്നെ കുറച്ചുകൂടി ഒരു മുന്തിയ ആളുകളൊക്കെ ആണെങ്കിൽ ബൈക്ക് കൊടുക്കും, പശുവൊക്കെ കൊടുക്കല്ലേ, പശു എരുമ കൊടുക്കും. ആ എരുമനെ ആ പെണ്ണെന്നെ നോക്കണം. ഞാൻ ഇപ്പൊ അടുത്തൊരു കല്യാണത്തിലായിരുന്നു മീററ്റിന്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു ഗ്രാമത്തില്. അപ്പൊ എത്ര 40 പശു അങ്ങനെ എത്ര എണ്ണം, പിന്നെ പ്ലസ് കാർ. അവിടെ വലിയൊരു കുടുംബമാണ് അവര്. അപ്പൊ 40 പശുവും ഒരു കാറും അങ്ങനെ ഇത് കൊടുത്തേ. ഇത് മാത്രല്ല പിന്നെ ഉമ്മാക്ക് പിന്നെ പാൻദാന എന്താണ് പറയാ, പിന്നെ നമ്മളെ നാട്ടില് വെറ്റിലി അടക്കൊക്കെ ഇടുന്ന പാത്രമല്ലേ, പാൻദാനോ അങ്ങനെ എന്താണ് പേരും തോന്നുന്നു, അത് ഒക്കെ കൊടുക്കും. നമ്മുടെ നാട്ടിൽ ഉമ്മാക്ക് എന്താ കൊടുക്കുക, പർദ്ദല കൊടുക്കുക. അതേപോലെ ഈ കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കര. അതിൽ ഇതൊക്കെ ഉണ്ടാവും, വെറ്റിലി അടക്കയും മറ്റേ ചുണ്ണാമ്പും ഒക്കെ ആയിട്ടാ കൊടുക്കുക. ഞാൻ അതേ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്താ വെറ്റില പാത്രത്തിന്റെ അൺബോക്സിംഗ് ട്രാവൽ പാക്കേജ് ഒക്കെ നടത്തുന്നത്. ഇപ്പൊ മണാലി കുളു മണാലി നടത്തുന്നവരെ ഫുഡിനൊരു പാക്കേജ്, ഇന്ന ഗ്രാമത്തിലൊരു ഭക്ഷണം, ഇന്ന ഗ്രാമത്തിലൊരു വിരുന്ന് പാക്കേജ്, നല്ല ഐഡിയ ആണ് സാധനം. ഇതാണ് കൊടുക്കുക. എന്നിട്ട് ഈ ഭയങ്കര രസം എന്താന്ന് വെച്ചാല് ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ മുമ്പും ഈ പാത്രം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വല്ല തുറക്കും. എന്നിട്ട് ഇങ്ങനെ ഈ ഗോതമ്പ് എടുക്കും, ഗോതമ്പ് എടുത്തിട്ട് അത് നേരെ പൊടിക്കും, അവിടെ തന്നെ പൊടിക്കും. ഓരോ വീട്ടിലുണ്ടാവും. ഇവിടെ മില്ല് ബിസിനസ് എന്തില്ല അറിയാം, കച്ചവടം കിട്ടൂല. ഓരോ വീട്ടിലും ഉണ്ടാവും. ചിലപ്പോൾ അത് കൈ കൊണ്ടുണ്ടാവും, ചിലത് ഇലക്ട്രിക് ആയിരിക്കും. ഇലക്ട്രിക്കിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ കൈകൾ കൊണ്ടുള്ളതിന് ഒരു പ്രാധാന്യം അർഹിക്കുന്നത് ഇവിടെ പല ഗ്രാമങ്ങളിലും 15 to 18 മണിക്കൂറാണ് കറണ്ട് ഉണ്ടാവുക ഒരു ദിവസം. അത്രേ ഉണ്ടാവുള്ളൂ.
നമ്മളെ നാട്ടില് അരമണിക്കൂർ പവർ കട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നെറ്റില് കച്ചറ. ഞാന് ഒരിക്കൽ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ തൊട്ട് തലേന്ന് പിന്നെ ഭയങ്കര ചൂടുള്ള സമയമാണ്. കറണ്ട് പോയി. രാത്രി കറണ്ട് പോയിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനും അളിയനൊക്കെ കൂടിയിട്ട് KSEBിന്റെ ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു സമ്മേളനത്തിനുള്ള ആൾ രാത്രി 2 മണിയാ സമയം. അപ്പോൾ നോക്കുമ്പോൾ ഡയാലിസ് ചെയ്യുന്ന രോഗികൾ, അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളത് പോലീസ് അപ്പം തന്നെ വലിയ വലിയ ഹോട്ടലുകളിലേക്ക് മാറ്റുകയാണ്. കാരണം മിസ്റ്റേക്ക് എവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് കണ്ടെത്തുന്നത് വരെ കറണ്ട് വരൂല. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ 24 മണിക്കൂർ കറണ്ട്, ഇപ്പോൾ ഡൽഹിയിൽ 24 മണിക്കൂർ കറണ്ട് ഉണ്ട്. നിങ്ങൾ ഇവിടെ അല്ലേ? അരമണിക്കൂർ പവർ കട്ട് എന്ന് പറഞ്ഞാൽ 4 ദിവസത്തെ ചാനൽ ചർച്ചകളാണ്. പിന്നെ എന്നാലും പിന്നെ 15 to 18 മണിക്കൂറാണ് ഒരു ഗ്രാമത്തിൽ. കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ 20 മണിക്കൂർ സമയത്തും പ്രതീക്ഷിക്കണം. അങ്ങനെയാണ്. അതായത് 24 മണിക്കൂർ കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയൂലേ, അങ്ങനെയല്ല ഇവിടെ. അപ്പൊ ഈ സാധനത്തിന് എന്തുണ്ട്? കൈകൊണ്ട് പൊടിക്കുന്ന ഒരു സംവിധാനം എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ പശുവിന് പുല്ല് അരിഞ്ഞാണ് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ വരെ നേരിട്ട് കൊടുക്കൂല, പകരം ഇത് മറ്റൊരു ബ്ലേഡ് 4 ഭാഗത്ത് അതിങ്ങനെ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് പിന്നെ ഗോതമ്പൊക്കെ ചേർത്ത് പിന്നെ ഒരു നല്ല ഫുഡാണ് കൊടുക്കുക. കർഷകർ കഴിക്കുന്നത് പോലുള്ള ഫുഡ് കൊടുക്കും. എന്നാൽ അതിനനുസരിച്ചുള്ള പാല് കിട്ടും. ഗോതമ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഗോതമ്പ് പൊടിച്ച് അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് ഈ പുല്ല് മുറിക്കുന്ന യന്ത്രത്തിനും പിന്നെ കൈ കൊണ്ടും ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിക് ഉണ്ടാവും. എപ്പോഴും ഇലക്ട്രിക് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്, ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അത് എടുത്ത് അവിടെ തന്നെ പൊടിച്ച് നേരെ അടുക്കളയ്ക്ക് എത്തി. അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടുപ്പ് വെച്ചാൽ അടുക്കളയാണ് കേട്ടോ. നമ്മളെ നാട്ടിലേതുപോലെ മെയിൻ അടുക്കള, പിന്നെ ഒരു വർക്ക് ഏരിയ. അങ്ങനെ ലാസ്റ്റ് പോയ ഒരു സീരീസ് വില്ലേജ് ചെയ്തില്ലായിരുന്നോ, ഒരു അവിടെ നിങ്ങൾ പറയണ്ടല്ലോ ഈ എല്ലായിടത്തും ഒരു അടുപ്പാ ഉണ്ടാവുക, ഇയാള് വീടുണ്ടാക്കി ഒരു റൂം തന്നെ അടുക്കളാക്കി മാറ്റി. ഒരു റൂം അടുക്കളാക്കിയാണ് ഒരു അടുപ്പ്. പിന്നെ ഇവിടെ കൂട്ടുകുടുംബമാണ് ഉണ്ടാവുക. കൂട്ടുകുടുംബത്തില് പിന്നെ ഒരു 4 റൂം കോട്ടേഴ്സ് മാതിരിയാണ്. 4 റൂം ഉണ്ടെങ്കിൽ 4 റൂമിൽ ഓരോന്നിലും ഓരോ കുടുംബം. ജ്യേഷ്ഠനൊന്നില്, അനിയനൊന്നില്, പിന്നെ ഒരു അനിയനൊന്നില്, പിന്നെ വേറെ ഡൈനിങ് ഹാള് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇവരുടെ റൂമിൽ ഉണ്ടാവും ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം ഓരോ റൂമിലുണ്ടാവും. കൂട്ടുകുടുംബം ആണെങ്കിൽ പോലും ഭക്ഷണങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തന്നെ ആയിരിക്കും. ഓരോ റൂമിൽ തന്നെ കുക്കിംഗ്. ഓരോ റൂമിലല്ല, പുറത്ത് ഒരടുപ്പുണ്ടാവും. ഒരടുപ്പ് എന്ന് പറഞ്ഞാൽ ആ അടുപ്പ് ഇയാളുടെ ഈ കുടുംബത്തിൻ്റെതാണ്, വേറൊരു അടുപ്പ് മറ്റൊരു കുടുംബത്തിന്. ഉപ്പ് വരെ അവരുടെ റൂമിൽ നിന്ന് എടുക്കുക. അപ്പൊ ഞാൻ ഒരിക്കൽ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഉപ്പ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ അനിയനായിരുന്നു. അനിയൻ ഇങ്ങനെ ഇവന്റെ റൂമിൽ ഇങ്ങനെ തപ്പാണ്, അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ റൂമിൽ തന്നെ എടുത്തോ എന്ന് ജ്യേഷ്ഠൻ പറയാണ്. അപ്പൊ ഇവന്റെ ഉപ്പ് ഇവിടെ എവിടെയെന്ന് കണ്ടിട്ട് അറിയില്ല, എന്റെ റൂമിൽ തന്നെ എടുത്തോണ്ട് എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയത് അപ്പയാ. നിങ്ങൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോലുണ്ടോ? അതായത് ഭക്ഷണം തേടി യാത്ര പോലുണ്ടോ? അങ്ങനെ പോലില്ല, ഭക്ഷണം കഴിക്കലാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ഇന്നൊരു ഭക്ഷണം പ്രതീക്ഷിക്കണം. അതിലേറ്റവും നല്ല ഭക്ഷണമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ. ഗ്രാമങ്ങളുടെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക രസം ഉണ്ടാവും. ഒന്ന് അവരുടെ ആട്ട കൊണ്ട് ആണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു രസവും ഭംഗിയും, പിന്നെ അതിനൊരു ഒരു നെയ്യ് കൂടി ചേർത്ത് പിന്നെ നല്ല കറിയും ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ നല്ല രസം ഉണ്ടാവും. നമ്മളൊരു ഫീൽ അങ്ങനെയാണ്, കാണുമ്പോൾ 2 ദിവസമൊക്കെ ചിലപ്പോൾ രസം ഉണ്ടാവും, കുറെ ദിവസം കഴിക്കാൻ അത്ര ശരിയായിരിക്കും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കൊരു അതിർപ്പാണല്ലോ, നമുക്കൊരു അതിർപ്പാണല്ലോ അതൊക്കെ. പിന്നെ പക്ഷെ എല്ലാ ദിവസവും കഴിക്കുന്ന ഇപ്പൊ ഞങ്ങള് ഡൽഹിയിൽ തന്നെ ശ്രം വിഹാറിൽ നമുക്കൊരു ലേണിംഗ് സെന്റർ ഉണ്ട്. തെരുവിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ബിരിയാണിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുട്ടികളല്ലേ എല്ലാ ദിവസവും ബിരിയാണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് മടുപ്പ് വരൂലേ. അപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ട് റൈസ്, ചപ്പാത്തി, കറി, ദഹി ഒക്കെയുള്ള നല്ല ഫുഡ് കൊടുത്തു.
അങ്ങനെ കൊടുത്തോണ്ട് കുട്ടികൾ വെച്ച് ബിരിയാണി ചെയ്തോ. മോര് മറ്റേ തിന്ന് അപ്പൊ ഞങ്ങൾ പിന്നെ ആഴ്ചയിൽ 2 ദിവസം ബിരിയാണി ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇതുണ്ടാവും. നമുക്കിപ്പോ എല്ലാ ദിവസവും പത്തിരി ഇറച്ചിയും കിട്ടിയാല് ഈ നോമ്പാവുമ്പോ നമുക്കിങ്ങനെ നോമ്പാവുമ്പോഴാണല്ലേ ഇവിടുന്ന് മിസ്സാവുണ്ട്. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ആ കൊശി കൊറേ സംഭവം ഇനിയൊന്ന് ബീഫൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ. ഒരു മീനൊക്കെ ഇപ്പൊ ഈ പത്തിരി ഇറച്ചി നമുക്ക് വല്ലാതെ മിസ്സാവും. കഴിഞ്ഞ വർഷം റമദാനിൽ എന്റെ കൂടെ വൈഫ് ഉണ്ടായിരുന്നു. പത്തിരി ഇറച്ചി മിസ്സായി. ഇപ്പൊ പത്തിരി ഇറച്ചി ഭയങ്കര മിസ്സാ. പക്ഷെ ഞാനിപ്പോ ഒരു ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വന്ന് പറയും, പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടിലത്തെ ഫുഡിന് ഇതൊന്നും നോക്കൂല കേട്ടോ. നമ്മളെ നാട്ടിലെ ബിരിയാണി മസാല, കല്യാണ ബിരിയാണി കഴിച്ചാൽ അതിന് വല്ലതും നോക്കുക. അപ്പൊ ഞാനവരോട് ഭക്ഷണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. നമുക്ക് ബിരിയാണി ഇഷ്ടപ്പെടുന്നത് പോലെ ഇവിടെ ഉള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടൂല. അതിനൊരു അനുഭവം ഉണ്ട്. ഞാൻ പത്തിരിയൊക്കെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്തിനെ ക്ഷണിച്ച്. അപ്പോൾ അദ്ദേഹം മലയാളിയല്ല. അപ്പോൾ അദ്ദേഹം വന്ന് ഭക്ഷണം, ഞാൻ നല്ല സന്തോഷത്തിലല്ലേ അത് കൊടുക്കുന്നത്, കാരണം നമ്മുടെ ട്രഡീഷണൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താ കഴിക്കുക, നമ്മൾ നേരെ പത്തിരി ഇങ്ങോട്ട് ഇട്ട് അതിലേക്ക് കറി ഒഴിച്ച്, ഇവർ നേരെ, ഞാൻ ആദ്യമായിട്ടാണ് പത്തിരി അങ്ങനെ ഒരാൾ കഴിക്കുന്നത്. നേരെ ആദ്യം കറി ഒഴിച്ച് പിന്നെ അങ്ങനെ ഓരോ പത്തിരി കൈ പിടിച്ചിട്ട്, ഇവരുടെ ഒരു ശീലം അങ്ങനെയാണല്ലോ, മുക്കി കഴിക്കും. ഇത് പോരാ, ഇത് ശരിയല്ല. അപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഓരോരുത്തരുടെയും സംഗതി. പക്ഷെ ഇവരുടെ ഫുഡില് പ്രധാനമായിട്ട് ഈ ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. നോമ്പാണ്. നിങ്ങളുടെ ഒരു നോമ്പ് അനുഭവം എന്താ? നമുക്കിപ്പോ നമ്മള് വന്നിട്ടുള്ള ഡൽഹി വന്നിട്ടുള്ള ഫസ്റ്റ് നോമ്പാ അത്. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ നമ്മള് പുറത്തന്നെ ആദ്യം നോമ്പാണ്, നാട്ടിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള ആദ്യം നോമ്പാണ്. നമുക്കിങ്ങനെ ഇപ്പൊ പറഞ്ഞ നൊസ്റ്റാൾജിയ ഉണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ അധികം എക്സ്പ്ലോറേഷൻ ഒന്നും സാധ്യത കിട്ടിയില്ല. നമുക്കിങ്ങനെ കൂടുതൽ അറിയണം. പോയില്ലേ? ഇവിടെ കുറെ മലയാളികളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മലയാളികൾ അതുമായിട്ട് ബന്ധപ്പെട്ട തുറകളൊക്കെ ഇങ്ങനെ പോവാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒന്ന് ചെയ്തിട്ടുണ്ട്, ഈ വർഷം ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ജമാമസ്തിയിലെ നോമ്പുതുറ വേറെ ഒരു രസമാണ്. അതായത് നമ്മുടെ ഫുഡ് കൊണ്ടുപോയിട്ട് തുറക്കുക, അങ്ങനെയാണോ? ഞാനിങ്ങനെ അതിനെ ഇതാണ് മുഹബത്ത് കാ സർബത്ത്, ഇവിടെ ഇതാ മുഹബത്തിന്റെ നോമ്പുതുറകൾ. അവിടെ നിന്ന് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാവില്ല, പക്ഷെ അവിടെ അങ്ങനെ പങ്കുവെക്കലൊക്കെ അങ്ങനെ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഉള്ളില്. അവര് തമ്മില് ഒരു കൂട്ടം വേറെ കൂട്ടം, അല്ലാതെ അവിടുത്തെ പള്ളി കമ്മിറ്റി ഒരു ഇഫ്താർ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഈ റമദാനില് എങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞുതരും. എത്ര ആൾക്കാരെ അങ്ങോട്ട് ജമാ മസ്ജിദിൽ എന്തായാലും ഒരു ദിവസം പോകണം. ജമാ മസ്ജിദിലെ ഇഫ്താർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ രസമാണ്. പിന്നെ അവിടെ കതിനല്ലേ പൊട്ടിക്കുന്നത്, സമയമായാലും കതിന പൊട്ടിക്കുക ചെയ്യാം. നമ്മളെ നാട്ടിലെ പോലെ ബാങ്ക് കൊടുക്കുന്ന ശീലം ഇവിടെ ഈ ഭാഗത്ത് സൈറാണ് ഫുള്ള്. നമ്മളവിടൊക്കെ ഇലക്ട്രിക് സൈറാണ്. എന്നാൽ ചില സ്ഥലത്തൊക്കെ നഗാരകളുണ്ട്. ഈ ജമാ മസ്ജിദിൽ കണ്ടിട്ടുള്ളത് കതിനയാണ്. കതിന പൊട്ടിക്ക കോഴിക്കോടാ, അത് പൊട്ടിക്കുക. പിന്നെ മുഅദ്ദിന് വയറ് നിറഞ്ഞാല് അന്ന് തുടക്ക ദിവസം, അതായത് ഫസ്റ്റ് നോമ്പിന് അന്ന് ആദ്യം സൈറനൊക്കെ വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൈറനിൽ തരം ഒരു കുറച്ചില് നോമ്പ് തുറക്കാൻ ഇതിപ്പോ കുടുങ്ങി പോവോ, അങ്ങനെ അവസാനം എല്ലാരും തുറന്നപ്പോ നമ്മളും തുറന്ന്, അങ്ങനെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി, ബിരിയാണി എല്ലാം റെഡിയായി. നമ്മള് നോമ്പറന്ന് മൈര് ബസ്കരിക്കാൻ അങ്ങനെ നിൽക്കുമ്പോണ്ട് വാങ്ങി കൊടുക്കാൻ അടിച്ചാനെ പണി ഫസ്റ്റ് നോമ്പ് ഭാഗത്തിലെ ആ ഒരു ഇവിടുന്നാണ് നമ്മൾ സൈറന്റെ അനുഭവം. നമ്മുടെ നാട്ടിൽ പോലും സൈറൻ ഞാൻ ഇതുവരെ അനുഭവിച്ചില്ല. മറ്റേ സൈറൻ 2 സ്ഥലത്ത്, ഒന്ന് ജപ്പാനിലെ സൈറൻ എന്ന് പറഞ്ഞാൽ ബോംബ് വരുന്നതിന്റെ ജാമിയ അലിഗഡിലെ സ്റ്റുഡൻസ് സൈറൻ വരുമ്പോ ഭയങ്കര രസമാണ് ഇവിടുത്തെ ഒരു നോമ്പ്. അപ്പൊ ഇങ്ങക്ക് ഗ്രാമങ്ങളിലൊക്കെ ഇഫ്താരി കരോ, ഇഫ്താരി ക ടൈം ഹോ ഗയാ, ഇഫ്താരി കരോ എന്നുള്ള അങ്ങനെ വിളിച്ചു പറയാ. അവിടെ സൈറണില്ല, പലയിടത്തും സൈറണില്ല. ഇത് ഭയങ്കര രസമാണല്ലോ, ഇഫ്താരി കരോ എന്നൊക്കെ പറയാൻ ഒരു രസമുള്ള അനുഭവമാണല്ലോ. ഇവിടെ ഈ ലുഹന്റെ സമയമാകുമ്പോഴും ഒരെന്തോ ഒന്ന് വിളിച്ചു പറയണ ഇങ്ങനെ കാണാം. അതായത് സുബി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ, അതായത് ഞാൻ ഇങ്ങനെ സുബി കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് എന്താ അയാൾ പറയുന്നത് മനസ്സിലായില്ല. അവിടുത്തെ മുഅദ്ദിന് വന്നിട്ട് മൈക്കിൽ എന്തോ വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല എന്താ സംഭവം. പിന്നെ നോക്കുമ്പോൾ ഞാൻ 2-3 ദിവസം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ലുഹന്റെ ടൈം ആകുമ്പോൾ
ഇനിയിപ്പോ സൂര്യനെ ഉദിച്ച് എന്തോ പറയാനായിരിക്കും, എനിക്കറിയില്ല. അത് എനിക്ക് അറിയില്ല. പല സ്ഥലത്ത് പിന്നെ ഈ അത്താഴത്തിന്റെ സമയത്ത് സുബൈക്കുണ്ട് 4 മണിക്ക് ഒരു സാറുണ്ട്. അത്താഴത്തിന്റെ സമയത്ത് ഈ ഗ്രാമങ്ങളിലൊക്കെ എങ്ങനെയാണെന്നറിയോ, ഏക് ഗണ്ട ബാക്കി ഹേ, 1 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യും വിളിക്കും. പിന്നെ ഒരു 1/2 മണിക്കൂർ 30 മിനിറ്റ് ബി ബാക്കി ഹേ, പിന്നെ 15 അടുത്ത്, പിന്നെ അവസാനം ഒരു 5 മിനിറ്റ്, പിന്നെ 10 മോകയാ. ഇവിടെ ഇടയ്ക്ക് വിളിച്ചു പറയുന്ന ഗ്രാമങ്ങളിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതില് വേറെ റമദാനൊക്കെ ആകുമ്പോ എങ്ങനെയാണ് ഫുഡ് അങ്ങനെയൊക്കെ പോയിരുന്നോ? ഇവിടെ ഡൽഹിയിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നോ നിങ്ങളുടെ ഒരു റമദാൻ? ഡൽഹിയിൽ ഞാൻ ജമാ മസ്ജിദ് മാത്രമേ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മളെ സുഹൃത്തുക്കളുണ്ട് പലയിടത്തും, അവരാരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ ഇവിടെയൊക്കെ വിഭവസമൃദ്ധമായ ഇഫ്താറായിരിക്കും. ഇവിടെ ഏകദേശം എല്ലാ പള്ളിയിലും നല്ല തുറണ്ട്. ഈ പള്ളിയിൽ ഇല്ലെങ്കിൽ ഗ്യാപ്പിൽ ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ പക്ഷെ ഗ്രാമങ്ങളിൽ വേറെ രസമാണ്. ഒരു ദിവസങ്ങൾ വരും. അല്ല നിങ്ങൾ ബാക്കിയുള്ള ഇതൊക്കെ ഇപ്പൊ ഹരിയാനയിലൊക്കെ നിങ്ങൾ നോമ്പ്, ഹരിയാനയിലൊക്കെ പറഞ്ഞാല് ഒരു റൊട്ടി, എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഇന്നലെ പോയതിന്റെ, ഒരു റൊട്ടി, ഒരു കറി, പിന്നെ നമ്മുടെ ജ്യൂസിന് പകരം ഇവിടെ ചാച്ച ഉണ്ടാവുക. ചാച്ച പറഞ്ഞാല് പിന്നെ മോര്, മോരാണ് കുടിക്കുക. നോമ്പറക്കുമ്പോ മോര് നല്ല രസമല്ലേ? പിന്നെ തനിനാടൻ ഗ്രാമീണ ഇഫ്താർ എന്ന് ഞാൻ പറയും. ഈ തനിനാടൻ എന്നുള്ള വാക്കിന്റെ ഇങ്ങനെ പലപ്പോഴും ആവർത്തിച്ച് വരുന്നുണ്ട് എന്ന് ഒരാൾ കമന്റ് ചെയ്തിരുന്നു. കഥ പറയാൻ കഴിഞ്ഞ പിന്നെ തനിനാടൻ. അപ്പോ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോ തനിനാടൻ പറയാതെ വകുപ്പില്ല, നിർബന്ധമായിട്ടും പറയണം. അപ്പോ റൊട്ടി, കറി, പിന്നെ അവരുടെ ഒരു ഹൽവ ഉണ്ട്, പിന്നെ കക്കിരി, ഉള്ളി, ഫ്രൂട്ട്സ് പൊതുവെ ഉണ്ടാവില്ല. നമ്മളവിടുത്തെ പോലെ ഒരു തുറക്കൊന്ന് മെയിൻ കോഴ്സ് വേറെ അങ്ങനൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സ് കുറവായിരിക്കും, പകരം പച്ചക്കറികളായിരിക്കും. പച്ചക്കറിയോ? പച്ചക്കറി, കക്കിരി, ഉള്ളി. ഉള്ളിയാ? ഉള്ളി ഇവരുടെ പ്രധാന ഭക്ഷണമല്ലേ? ഭക്ഷണം വെറുതെ കഴിക്കൂ? അങ്ങനെ കഴിക്കും. ഏത് ഒരു കറിന്റെ കൂടെ അങ്ങനെ വെറുതെ കഴിക്കും. ഉള്ളി, മുളക്. ഇപ്പൊ നമ്മളെ ധാബകളിലൊക്കെ കണ്ടില്ലേ, ബിരിയാണി കൂടെ ഇവിടെ ചപ്പാത്തിന്റെ കൂടെ പിന്നെ എന്തെങ്കിലും ഒരു ചട്നി ഉണ്ടാവും. ഒറ്റ പരിപാടി തീർന്നു. പിന്നെ ഇവര് പാല്, പിന്നെ ആ സമയത്ത് ചായ ഉണ്ടാവില്ല, വെറും പാലായിരിക്കും, ഈ മോരായിരിക്കും. ചായ നമ്മള് പിന്നെ ഞാൻ പറയും ചായ അല്ലാതെ എന്ത് നോമ്പ് എന്ന് പറയുമ്പോല് അപ്പൊ ഉണ്ടാവില്ല. ഇവർക്ക് അതൊരു ചായ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയല്ല. അങ്ങനൊന്നുമല്ല, സ്റ്റൗ അങ്ങനൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ വെള്ളം ചൂടാക്കി എടുത്ത് പിന്നെ അങ്ങനെ ഇവരുടെ ഒരു രീതിയിൽ കുറഞ്ഞ ടൈം എടുത്തിട്ട് ഇതൊക്കെ ചെയ്യാം. ഇവിടെ പിന്നെ ചായ ഉണ്ടാക്കുന്ന സിസ്റ്റം തന്നെ വേറെ തന്നെയാണല്ലോ. കുറച്ച് നല്ല തിളപ്പിച്ച് നല്ലോണം തിളപ്പിക്കും, പാല് കുറേ നേരം ചൂടാക്കി അങ്ങനെ. പിന്നെ നമ്മളെ നാട്ടില് പോലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടല്ല വിളിക്കുക. കറിയൊക്കെ സെറ്റ് ആയിരിക്കും. ഈ റൊട്ടി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ചുട്ട് ഇങ്ങനെ തരിക, നേരെ ലൈവ് തട്ട് കടന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം ചുട്ടിങ്ങനെ നമ്മളെ പ്ലേറ്റിലേക്ക് നല്ല ചൂടോടെ സാധനം ഇങ്ങനെ കിട്ടുക ചെയ്യുക. അപ്പൊ അതും ആ കറി രണ്ടും തന്നെ മതി, നല്ല രസത്തില് സാധനം കഴിക്കാം. അത്താഴത്തിനും എന്തായിരിക്കും? അത്താഴത്തിന് ഇവർ പൊതുവെ പാല്, അതുപോലെ ഈ ദഹി അത് കഴിക്കും. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ റൈസ് പൊതുവെ കുറവാണ്, പിന്നെ ഈ റൊട്ടിയൊക്കെയാണ് കൂടുതൽ. റൈസ് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇവർ പറയും അസിഡിറ്റി അതുപോലെ ദാഹം, ഇതിനൊക്കെ ഒന്നാമത് കർഷകരല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ വീണ്ടും കൃഷിയുടെ നോമ്പാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ദാഹവും പ്രശ്നമാണ്, അസിഡിറ്റിയും പ്രശ്നമാണ്, പിന്നെ ആരോഗ്യവും പ്രശ്നമാണ്. ഈ ദഹി കഴിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് അവർ വിൽക്കുള്ളൂ. അതല്ല നേരത്തെ 3/4 കിലോ ദഹി അവര് കഴിക്കുന്ന പറഞ്ഞാല്. എന്നിട്ട് എന്നോട് പിന്നെ മക്കളെ കുറിച്ച് കുറ്റം പറയാ. അവിടുത്തെ ഉപ്പയാണത്, ഏകദേശം 10-60 വയസ്സുണ്ട്. ഉപ്പര് എന്നോട് പറയാ ഇവന്മാരൊന്നും കഴിക്കൂല, നമ്മള് തീരെ കഴിക്കുന്നില്ല, ഇവന്മാരൊന്നും കഴിക്കൂല, അവരോട് പറയണം നിങ്ങള് പറഞ്ഞിട്ട് എന്നോട് പറയാ ഇത് നല്ലോണം കഴിക്കണം, ഇതൊക്കെ അല്ലേ കഴിക്കേണ്ടത്. ഈ 60 വയസ്സായ ഈ ഒരു മനുഷ്യനാണ് ഈ ഞാനിപ്പോ പറഞ്ഞ ആളാണ് ഞങ്ങളെ സുക്കുവിന്റെ ക്യാമ്പസിന് കാവലിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊതുവെ ശൈലി എന്ന് വെച്ചാൽ അതില് ജാതി മതമൊന്നും വ്യത്യാസമല്ല കേട്ടോ. ശൈലി എന്ന് വെച്ചാൽ മക്കളുടെ കല്യാണമൊക്കെ പൂർത്തിയാകുമ്പോ വാപ്പയും ഉമ്മയും പുറത്തു പോകണം. ഓലെ വീട്ടിൽ നിന്ന് ഒരു പോണം, അല്ലെങ്കിൽ ഇവർ ആദ്യം മുൻകൂട്ടി ഒരു റൂം ഉണ്ടാക്കിയേക്കണം. ഇപ്പൊ 4 മക്കളാണെങ്കിൽ പൊതുവെ എല്ലാ വീട്ടിലും 4 റൂം ഉണ്ടാവുക.
ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇന്നലെ പോയ ഗ്രാമത്തിൽ അവരുടെ ഉപ്പാക്ക് 4 മക്കളാണ്, പക്ഷെ 3 റൂമേ ഉള്ളൂ. ഇനിയിപ്പോൾ മൂത്ത ആള് പോകണം, എന്നാലേ അടുത്താക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മക്കളെ കല്യാണം കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ റൂമിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഉപ്പ അങ്ങനെ മെല്ലെ ഇങ്ങനെ, എന്നിട്ട് കിടക്കുക എവിടെ അറിയോ, പിന്നെ പുറത്ത്, വീടിന്റെ പുറത്ത്, വരാന്തയിലോ അല്ലെങ്കിൽ പുറത്തോ. ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ഓരോ വീട്ടിലും അവിടെ കിടക്കണം. പുറത്തെ അത് നമുക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെ ശൈലി അല്ലാത്തതുകൊണ്ടാണ്. ഇവർക്ക് അതൊരു പ്രയാസമായിട്ട് എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ നമ്മളെ കൂടെ ഉള്ള ഒരു സക്കാഫി ഉണ്ട്, ഈ ഹരിയാനയിൽ നിന്ന് മാർക്കസിൽ വന്ന് പഠിച്ച ആളാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തോ, ഒരു റൂം അധികം എടുത്തോ. നമ്മളെ ഒരു വീട്ടിലൊക്കെ ഏറ്റവും മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഉപ്പാക്കും മകനും കൊടുക്കാം, എടുത്തോ, അല്ലെങ്കിൽ ഇതുപോലെ പോകേണ്ടി വരും എന്ന് പറയാറുണ്ട് ഞാൻ. അപ്പോൾ ഇതൊരു ശൈലിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ വാച്ച്മാനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും ഇവിടെ എടുക്കുന്നു, ഞാനും വൈഫ് അങ്ങോട്ടാണ് വരാം. ഇപ്പൊ മൂപ്പര കാവലിരിക്കുക. അത്യാവശ്യം പണി സാധനങ്ങളുണ്ട്, കുറെ വർക്കൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായപ്പോൾ കുറെ സാമഗ്രികളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഈ നോമ്പായതുകൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഗ്രാമങ്ങളിൽ? ഭക്ഷണത്തിന്റെ മാത്രമല്ല, ഇവിടെ നമുക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാല് ആളുകള് നോമ്പ് ഒരു ആഘോഷം പോലെ കാണുന്നു. നമ്മളവിടെ നോമ്പ് ഇങ്ങനെ നോമ്പ് തുറക്കൊരു ആഘോഷ പ്രതീതി ഉണ്ടാവും, എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുക, അതൊക്കെ ഉണ്ടാവും. പിന്നെ തറാവി കഴിയുന്നോട് കൂടിയിട്ട് അത് തീരും. പിന്നെ ഇപ്പൊ കുറച്ചായിട്ടാണ് നാട്ടിൽ ഈ ഫുഡിന്റെ കൾച്ചർ, ഈ ബൈപ്പാസുകളിലും ഇവിടെ ഒക്കെ ഈ എന്താ മറ്റേ പോകുന്നത്, അതിന്റെ ഒക്കെ ഉറവിടം ഇവിടെയാണ് ശരിക്കും. ഇപ്പൊ ജമാ മസ്ജിദിൽ സഹർ വരെ, അത്തായം വരെ ലൈവ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇവിടുത്തെ അങ്ങാടിയൊക്കെ ഫുള്ള് നമുക്ക് രാത്രി ഇപ്പൊ എത്ര വൈകിയാലും ചായ അടിക്കാനാണെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ ആൾക്കാരൊക്കെ നബിദിനത്തിനാണ് ഇങ്ങനെ ഇവിടെ ഇതിനു മുമ്പ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത്. പക്ഷെ ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള ശൈലിയൊന്നുമില്ല, എല്ലാരും സാധാ പോലെ തന്നെ ഉറങ്ങും. അതാ പറയുന്നത്, സാധാരണ ഒരു നോമ്പ് വരുന്നു, അതിന് പ്രത്യേകിച്ച് ഭക്ഷണത്തിലൊക്കെ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണമാണ്, മറ്റു പല സമയത്തും കഴിക്കുന്ന ഭക്ഷണമാണ്. അതന്നെ എപ്പോഴും. ഇനി ഗ്രാമങ്ങളിലൊക്കെ 2 സമയത്താണ് ഭക്ഷണം ഉണ്ടാവുക, ആകെ ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ രീതിയാണ്. ഗ്രാമങ്ങളിൽ രാവിലെ ഒരു 11 മണിക്കും പിന്നെ മഗ്‌രിബിന് തൊട്ട് മുമ്പും ഭക്ഷണം കഴിക്കും. ഇതാണ് ഉണ്ടാവുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള പരിപാടിയില്ല. പിന്നെ രാവിലെ വൈകിട്ട് കഴിക്കാം, വൈകിട്ട് കഴിക്കും, മഗ്‌രിബിന് മുമ്പ് കഴിക്കും, രാത്രി നേരത്തെയും കഴിക്കും. രാത്രി നേരത്തെ കഴിക്കും, പിന്നെ 11 മണിക്ക് കഴിക്കും. പിന്നെ കാശ്മീരിലൊക്കെ പോയ സമയത്ത് നാസ്ത കഴിക്കുക എന്ന് പറയും. അപ്പോൾ എന്താ, നമ്മൾ നാസ്ത എന്നൊക്കെ വലിയ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ചായയും ബിസ്ക്കറ്റ്, മിച്ചർ, അപ്പൊ എന്തെങ്കിലും ചെറിയ ഒരു സാധനം അപ്പൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് മെയിൻ കോഴ്സ് എന്താണ് ഈ സമയത്താ കഴിക്കാൻ എന്ന് പറഞ്ഞാല് റൊട്ടിയും കറി. നമ്മക്കാണ് ഈ തീറ്റ നമ്മള് കൊറേ ആയിട്ട് ഇങ്ങനെ വർഗീകരിച്ചിട്ട് ഒരു ചായ അതിന്റെ ഇടയിൽ പിന്നെ ഒരു ചായ കൂട്ടിയിട്ടുണ്ടാവും. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോമ്പ് തുറ സമയത്ത് ഒരു ഭക്ഷണം, അത് കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് ഒക്കെ കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്കും അടുത്ത ഇത്രയും വിഭവ സമൃദ്ധല്ലേ നോമ്പ് തുറന്നെ. നമ്മുടെ നാട്ടില് ഇപ്പൊ വീട്ടിലാണെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഫുള്ള് ഭയങ്കര ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടില്. അത് ഓരോരുത്തരൊരു ശൈലിയായിരിക്കും. എനിക്കിപ്പോഴും ഏറ്റവും ഇഷ്ടം ഈ ഗ്രാമങ്ങളിലെ നോമ്പ്. ഞാൻ ഇവിടെ ഉള്ള ആളായതുകൊണ്ടാണ്. 4 വർഷമായി. പിന്നെ ഇവിടെ ഈ സരസൂക്കി തേയിലാണ്, മറ്റേ എന്താ പറയാ, കടുകെണ്ണയാണ് ഈ ഇതൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഈ ആദ്യമായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോ ഒരു വയറിളക്കവും ഡൽഹിയിൽ അങ്ങനെ ഒരു സീൻ ഉണ്ട്, സാധ്യത ഉണ്ട്. ഇതിനോട് ഇപ്പൊ എനിക്ക് വെളിച്ചെണ്ണ കഴിച്ചാലാണ് അങ്ങനെ ഉണ്ടല്ലേ. ഡൽഹിക്കാരനായി. നല്ല നല്ല അതായത് കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണയാണെന്നാ പറയുന്നത്. എന്നാൽ ഒട്ടും പിന്നെ ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത എണ്ണയാണെന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്. നോക്കണം, ഒരാളെയും ചോദിച്ചു നോക്കണം. പക്ഷെ പൊതുവെ പറയാറുണ്ട് ഇങ്ങനെ. എനിക്ക് ഇനി നിങ്ങളുടെ ഒരു നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ ബേസിക്കലി. അപ്പോൾ നിങ്ങളുടെ ഒരു കണ്ടന്റ് എനിക്ക് ഭയങ്കര രസമായി ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഞാൻ എഡിറ്ററാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയും, അത് ഇൻസ്റ്റഗ്രാമിൽ നല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ
റീൽസ് ട്രെൻഡ് ആവണമെങ്കിൽ അതിന്റെ BGM, അതിന്റെ റിട്ടൻഷൻ, അതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ, ഇങ്ങനെ ഗ്രാഫിക്സ്, ആളുകളെ ഹുക്ക് ചെയ്യണം, ആദ്യത്തെ എത്ര സെക്കൻഡ്സിൽ ഇങ്ങനെ ആക്കണം അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയലുണ്ട്. പക്ഷെ ഈ വീട്ടിൻ്റെ ഒരു വീഡിയോ ഫുൾ എടുത്ത് നോക്കിയാൽ അതിൽ ഒരു എന്താ പറയാ, ഒരു നല്ല ബേസ് ലൈൻ സ്റ്റോറി ഉണ്ടാവും. തുടക്കം അതിന്റെ കഥ പറയാം, ഹുക്ക് ഉണ്ട്, ആക്ക് കറക്റ്റ് കൃത്യമാണ്. പക്ഷെ അതിൽ മ്യൂസിക് ഉണ്ടാവില്ല, ജസ്റ്റ് ബി റോൾ ഫുട്ടേജസ് മാത്രം ആഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കണ്ടിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ അതിനാണെങ്കിൽ നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. ഞാൻ അങ്ങനെ ജസ്റ്റ് വീഡിയോസ് അപ്പോൾ ഇത്ര 149ാമത്തെ സ്റ്റോറി അല്ലേ ഇട്ട് ലാസ്റ്റ് 166 കണ്ടന്റ് നിലവിൽ ഇപ്പോൾ ഫുള്ള് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ളൊരു എനിക്കാണ് ഏറ്റവും ലാസ്റ്റ് വീഡിയോ മുതൽ ഞാൻ കണ്ടു തുടങ്ങി. അപ്പോൾ ആദ്യത്തെ സ്റ്റോറീസിലാണ് ഈ കഥ പറയാന്നുള്ള സാധനം. അതിൻ്റെ ഇത് നിങ്ങൾ മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ഓരോ റീൽസും നിങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഓരോ സ്റ്റോറീസ്, ഓരോ കഥ പറച്ചിലിൻ്റെയും പിന്നിലുള്ള കഥ എന്താ ഇങ്ങനെ അറിയാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായി. അതായത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്, കാരണം അതിൽ വോയിസ് ഓവർ പിന്നെ കൊടുക്കുന്നതിനൊക്കെ അപ്പുറം നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് കുറച്ച് ഷൂട്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിങ് എങ്ങനെയാണ്, അത് മുമ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മുമ്പേ ചെയ്തിട്ടാണോ പോകുന്നത്, അത് അപ്പം കിട്ടുന്ന കഥകളാണോ? ആകസ്മികമായിട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഫുള്ളി സ്ക്രിപ്റ്റ് എഴുതി അവിടെ പോയി ഞാൻ പറയേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ്. പക്ഷെ എപ്പോഴും സാധ്യമായിരിക്കൊള്ളുന്നില്ല ഈ കാര്യം. കാരണം ചിലതൊക്കെ നമുക്ക് അവിചാരിതമായി കിട്ടുന്നുണ്ടാകാം, ചിലത് നമ്മൾ എഴുതിയതുപോലെ ആയിരിക്കില്ല നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ബഗ്ഗയിൽ പോകുമ്പോൾ ബഗ്ഗയിൽ ഞാൻ ഒട്ടും ഇത്ര ഒരു കണ്ടന്റും എത്ര കഥകൾ ചെയ്യണമെന്നൊന്നും ഇല്ലാതെ പോയതാണ്. പക്ഷെ അവിടുന്ന് കുറേ കഥകൾ നമ്മുടെ മുന്നിൽ കാണുന്നതിന് അപ്പോൾ അതിന് കുറച്ചുകൂടി ലൈഫ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടുന്ന് കണ്ടിട്ട് നേരെ, അല്ലെങ്കിൽ മുമ്പ് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വേണം, എന്നാലേ അതൊരു ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പം ചെയ്യുന്നത് അവിടെ പോയിട്ട് എനിക്ക് അപ്പം തോന്നുന്നത് എന്താണോ അതാണ് അവിടുന്ന് പറയും, പിന്നീട് അതിനോട് കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, ഒന്നുകൂടി ചെയ്യും. അതായത് ആകെ കുറച്ച് ഡയലോഗ്സ് ഇപ്പം അവിടുന്ന് പറയുള്ളൂ. അതെ, മിനിമം 3 ഉണ്ടാവും, ചിലതൊക്കെ അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് അവിടുന്ന് തോന്നുന്നത് അങ്ങോട്ടാണ് പറയും. പിന്നെ ഇവിടെ വന്നിട്ട് അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് ചിലപ്പോ കുറച്ച് പരിപാടി ഇടങ്ങറാണ്, കാരണം അതിനോട് കണക്ട് ആവണല്ലോ, മാച്ച് ആവണല്ലോ. പക്ഷെ എന്നാലും പിന്നെ കുറച്ച് കാലമായില്ലേ ഇതിങ്ങനെ. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടപ്പോഴേ അതില് നിങ്ങള് റൂമിൽ നിന്നിട്ട് സംസാരിക്കുന്നത്, നിങ്ങളെ ഓഫീസിലാണെന്ന് തോന്നുന്നുണ്ട്, ലാപ്പ് വെച്ചിട്ട് ലാപ്പും മൈക്കൊക്കെ വെച്ചിട്ട് ഫേസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തില്ല. സാധാരണ നിങ്ങള് ആ സ്ഥലത്താണല്ലോ സംസാരിക്കല് കൂടുതൽ. സീരീസ് തുടങ്ങാൻ വേണ്ടിട്ട് ചെയ്തായിരിക്കും. മറ്റേ നേപ്പാള് പോയ കഥയാണ്. ഏതോ ഒരു വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്നത് ലാപ്പൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നത്, നേപ്പാള് പോയതായിരിക്കും എനിക്ക് തോന്നുന്നു. അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ ആദ്യം റിസർച്ച് ഒക്കെ നടത്തിയിട്ട് പോവാ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തേ ആവശ്യം വന്നപ്പോ അങ്ങനെ പോകുന്നതാണോ? പൊതുവെ നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോവാറുള്ളത്. നിങ്ങൾക്ക് അവിചാരിതമായിട്ട് കിട്ടിയ ഗസ്റ്റുകളും അവിചാരിതമായിട്ട് കിട്ടിയ ഫുഡുകളൊക്കെ നമുക്ക് അതൊക്കെ ഇപ്പൊ നമ്മുടെ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ മിനിഞ്ഞാന്നൊറ്റൊരു വീഡിയോ കണ്ടു, എങ്ങനെ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിലേക്ക് എത്താം എന്നൊക്കെയുള്ള ഒരു വീഡിയോ. അപ്പൊ അതിൽ ആള് പറയുന്നത് പരമാവധി ലൈവ് വീഡിയോകൾ ചെയ്യണം, പിന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പൊ എനിക്കിതൊന്നും കണക്ട് ആവുന്നില്ല. പിന്നെ രാവിലെ 7 മണിക്ക് ഇറങ്ങണം, ഗുളിക കുടിക്കണ അല്ല മൂപ്പര് ആ പ്രയോഗം പറഞ്ഞില്ല, ഗുളിക കുടിക്കുന്നത് പോലെയാണ്, വൈകുന്നേരം 7 മണിക്ക് ഇടണം അങ്ങനെ പറഞ്ഞപ്പോ ഞാനിതൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ആദ്യം പറയാനുള്ളത് നല്ല കണ്ടന്റ് ഉണ്ടാക്കണം, കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടാവുക. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മള് റീലിന്റെ ലോകത്താ. അതായത് അടുത്ത് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വിഷ്വല് കണ്ടാൽ അടുത്തയിലേക്ക് മൂവ് ചെയ്യാണ്. ഈ മൂവിങ് നമ്മൾ റീലിൽ ഓട്ടോമാറ്റിക്കലി കൊടുക്കുക. നമ്മൾക്ക് മൂവിങ് ആണ് ആവശ്യം. അപ്പൊ നമ്മൾ കാഴ്ചകൾ ഇങ്ങനെ നിരന്തരം പുതിയ കാഴ്ചകളിലേക്ക് ഇതിങ്ങനെ നമ്മൾ തന്നെ എഡിറ്റിങ്ങിൽ എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ആളുകൾക്ക് ഈ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും, കുറയും. പിന്നെ നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഒരു ജീവനുണ്ട് ആളുകൾ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അതായത് നമ്മുടെ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ സെറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ കുറേ എപ്പിസോഡ്സും കുറേ ആൾക്കാരെയും ഗസ്റ്റൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പം അതിലിങ്ങനെ അവരിങ്ങനെ പറയുന്നത് അതായത് റിട്ടൻഷൻ ഉണ്ടാവുക, റിട്ടൻഷൻ ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയും. ഭയങ്കര, അതായത് ഒരു 3 സെക്കൻഡ്സിൻ്റെ അപ്പുറം ഒരു ഫുട്ടേജ് വരാതിരിക്കുക. ആ 3 സെക്കൻഡ്സിൽ തന്നെ ആളുകളുടെ കണ്ണ്
ഇങ്ങനെ ഒന്നിൽ ലേസി ആവാതിരിക്കുക. അങ്ങനെ കുറെ ടെക്സ്റ്റ് വരിക, ഇവിടെ ഇങ്ങനെ വരിക, പിന്നെ ഇങ്ങനെ 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 ആളുകൾ കുറെ കളേഴ്സ് വരിക, ഇങ്ങനെ അങ്ങനെ ആളുകളെ ഇങ്ങനെ ഭ്രമിപ്പിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അപ്പുറം ഭ്രമിപ്പിക്കുന്നതിനപ്പുറം വീട്ടിൻ്റെ വീഡിയോസൊക്കെ അതിലിങ്ങനെ ലയിപ്പിക്കുക ചെയ്യുക. ഇങ്ങനെ ചിലപ്പോൾ നല്ല ലെങ്ത് ഉള്ള വീഡിയോസ് ആയിരിക്കും. ഇപ്പോൾ റീലിൽ തന്നെ സാധാരണ റീല് 7 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയൊക്കെ റീലൊക്കെ ഉണ്ടായുള്ളൂ ചിലപ്പോൾ. പക്ഷെ 1 മിനിറ്റ് 1.5 മിനിറ്റ് അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. നല്ല വലിയ ഒരു റീൽസ് വരുമ്പോൾ വലിയ റീൽസ് ആയിരിക്കും. അപ്പം അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റൈലിന്റെ ഫൗണ്ടർ ആവാം, അതല്ലെങ്കിൽ ഫോളോവർ ആവാം. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡാണ് ഇങ്ങനെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാം, ഇന്ന് അതാണ് സംഭവിച്ചത്, കുറച്ച് വ്ളോഗിങ്. അപ്പൊ അത് തുടങ്ങിയാൾക്ക് ഭയങ്കര റീച്ചാണ്. ഇനി ഇത് ഫോളോ ചെയ്ത് വരുന്നവർക്ക് പലപ്പോഴും ഈ സാധനം കിട്ടൂല. പറഞ്ഞ പോലെ നിങ്ങളെ സ്റ്റൈല് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ വളരെ വൃത്തിയാണ്. ഒരുപാട് ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇത് വർക്ക്ഔട്ട് ആയി വരില്ല. കണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും നല്ല അപ്ഡേറ്റഡ് ആവാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കണം എന്നുള്ള. ഇപ്പൊ ഡെയിലി ഒക്കെ ചെയ്യുന്നത് ചിലപ്പം എനിക്കറിയില്ല, ഊഹമുള്ള നമുക്ക് സാധ്യതകളാണ്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മടുക്കാൻ സാധ്യതയുണ്ട് കുറെ ആളുകൾ. പിന്നെ അത് അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇതിലെങ്ങനെ ഇത്രയും, അതായത് എനിക്ക് മനസ്സിലായ സാധനം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു ഓഫീസ് വർക്ക് അല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കുറേ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. അപ്പോഴാണ് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുള്ളൂ, പണികളൊക്കെ നടന്നു പോകുള്ളൂ. ഇടയിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ട്രാൻസ്പോർട്ടിങ് യാത്രകൾ കൂടിക്കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റും. അപ്പോൾ പണികളൊക്കെ ഇങ്ങനെ നീണ്ടുപോകും. ഞാൻ ഈ വിഷയത്തിൽ സേഫ് സോണിൽ യാത്ര ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നത് ഞാൻ അവരോടൊന്നും വിയോജിപ്പില്ല കേട്ടോ, എൻ്റെ അഭിപ്രായം മാത്രമാണ്. അവർക്ക് അവരുടേതായ വഴികൾ തിരഞ്ഞെടുക്കാം. ബൈക്കിൽ വരുന്നത് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് മുമ്പ് ഏതെങ്കിലും ഒരു റീല് കണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഒരു ട്രെൻഡിനനുസരിച്ച് യാത്ര ചെയ്യുന്ന ആളുകളോട് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു ഇലക്ട്രിക് ബൈക്കിൽ എനിക്ക് ഇങ്ങനെ രാജ്യം മൊത്തം കറങ്ങാനുള്ള ഒരു താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യമാണ്, ഞാനത് ചെയ്യില്ല. നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ഉപദേശം എന്താണ്, ഏറ്റവും സേഫ്റ്റി നോക്കിയിട്ട് യാത്ര ചെയ്യാവൂ. നമ്മൾ റീലൊക്കെ കണ്ടിട്ട് ഇറങ്ങി പുറപ്പെടും, പക്ഷെ ഇവിടെ എത്തുമ്പോൾ ആയിരിക്കും യാഥാർത്ഥ്യങ്ങളിലേക്ക് കണ്ടുറക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അതായത് സേഫ്റ്റി ഫസ്റ്റ് ആണ് നമ്മളെ യാത്രയിൽ. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവർക്കും ഒപ്പീനിയൻ മാറ്റണ്ടാവും. ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭക്ഷണം കുറയ്ക്കാന്ന് പറയും. ഒരു നേരം നല്ല ഞാൻ വരെ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യും, രാത്രി ഒറ്റക്ക് പോയി നല്ല ഭക്ഷണം കഴിക്കും എവിടുന്നായാലും. ഭക്ഷണം കഴിക്കാതിരിക്കണം, ബഡ്ജറ്റ് ട്രാവൽ ആണല്ലോ. ബാക്കി എന്തോ അതായത് റസൂൽ പറയുന്നത് സേഫ്റ്റിയാണ് പറയുന്നത്. 3 ആളുണ്ടാവുക എന്നുള്ളത് ഒരു യാത്രയുടെ സേഫ്റ്റിയിൽ പ്രധാന ഘടകമാണ്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റു 2 പേര് സഹായിക്കാനുണ്ട്. നമ്മൾ അറിയാത്തൊരു ലോകത്തേക്കല്ലേ വരുന്നത്, നമ്മൾ അറിയാത്ത മനുഷ്യന്മാരിലേക്കല്ലേ വരുന്നത്. സേഫ്റ്റി നോക്കണം എന്നുള്ളതാണ് എൻ്റെ. പിന്നെ രാത്രിയിൽ ഒരിക്കലും യാത്ര ചെയ്യരുത്. രാത്രി ഒരുപാട് അപകട സാധ്യത നമ്മുടെ നാട്ടിലെ പോലെ അല്ല, അപകട സാധ്യതകൾ കുറേയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ പീടിക അങ്ങനെ എല്ലാ അനുഭവം ഇല്ല, ഞാൻ യാത്ര ചെയ്യലല്ലേ, പിറ്റേന്ന് കാഴ്ചകൾ കാണാനല്ലേ നമ്മള് പോകുന്നത്. അപ്പോ ഏറ്റവും നല്ലത് രാത്രി നമുക്ക് നന്നായി ഉറങ്ങി സുബഹിക്ക് എണീച്ച് ഏറ്റവും നല്ല കാഴ്ചകൾ ഉണ്ടാവും പ്രഭാതത്തിലാണ്. ബാക്കി എല്ലാവരും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, പ്രകൃതിയൊക്കെ സൈലൻസ് ആയിരിക്കും, നമുക്ക് നല്ല മനോഹരമായിട്ട് കാഴ്ചകൾ കാണാം. അതിന് രാത്രി ആദ്യം എന്ത് ചെയ്യണം, ഉറങ്ങണം. എൻ്റെ അഭിപ്രായമാണ്. കാരണം ഇതിനോടൊക്കെ വിയോജിപ്പുകൾ പലതും ഉണ്ടാകാം. പക്ഷെ ഞാൻ പറയുന്നത്, നാട്ടിൽ ഇത്തരം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കാശ്മീരിൽ ഇത്ര തണുപ്പാണെന്നൊന്നും അറിയാതെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. കാശ്മീരിൽ നമ്മൾ ആ മഞ്ഞിലും നല്ലപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചില ആളുകൾക്ക് അത് തണുപ്പ് ഏശില്ല. ഇപ്പം ചില റീലൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കുറെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ കോട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ചിലപ്പം കോട്ടിട്ടുണ്ട്. എന്നാൽ പോലും അവിടെ ഒരു ദിവസം കാശ്മീരി എന്നോട് വഴക്ക് പറഞ്ഞു, നിങ്ങളെന്താ തീരെ ബോധമില്ലാത്ത ആള്, പിന്നെ ഒരു പാൻറ് മാത്രം ഇട്ടിട്ടുള്ളു, ഞാൻ കമ്മീസിനടിയിൽ ഒരു പാൻറ് ഇട്ടത്, എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്യരുത്.
നിങ്ങളൊരു 3 പാൻറ്റെങ്കിലും ഇടണം. ഇതിന്റെ അപകടം ഇപ്പോഴല്ല നിങ്ങൾക്ക് മനസ്സിലാവുക, പിന്നീട് ബുദ്ധിമുട്ടാവും. ഇവിടെ തുറന്നു എടുക്കാൻ പാടില്ല അങ്ങനെ പറയില്ലേ. നമ്മളിവിടെ തണുപ്പ് തുടങ്ങിയ സമയത്തും നമ്മളൊന്നും കോട്ട് ഇടൂലേ, ജസ്റ്റ് ടീഷർട്ട് ഇട്ടാ പോവാ. എന്നാലും ഇവിടെ PhD ചെയ്യുന്ന ആളുകൾ, അതായത് 5-6 കൊല്ലൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തണുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഫുൾ സെറ്റപ്പിൽ ഇങ്ങനെ നടക്കണതാണ്. അപ്പൊ നമ്മളിങ്ങനെ ചാടിക്കാൻ വരുമ്പോഴേക്കും ഇതെന്താ നിങ്ങളിങ്ങനെ എന്താ ഇത് ഷോ ഓഫ്. തണുപ്പ് അവസാനിക്കുമ്പോ ഇപ്പോഴും പലരും ഇതൊന്നും മാറ്റിയിട്ടില്ല. രാവിലെ ഒക്കെ ഇത് കേട്ടില്ല, നമുക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സേഫ്റ്റിയാണ് പ്രധാനം. ഇത് നെഞ്ചിലേക്ക് അടിക്കുന്നത്, തണുപ്പ് നെഞ്ചിലേക്ക് അടിക്കുന്നത് വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നവരും. അപ്പൊ ഈ കശ്മീരി പറയുന്നത് ശരിയാ. ഞാൻ പിന്നീട് അത് ശ്രദ്ധിച്ചിട്ടാണ് യാത്ര ചെയ്തത്. എൻ്റെ കൂടെ മകളുണ്ടായിരുന്നു, 2 വയസ്സായ മകളാണ്. അവൾക്ക് 3 വീതം വസ്ത്രവും അതിൻ്റെ മുകളിൽ ജാക്കറ്റും ഒക്കെ കൊടുത്തിട്ടാണ്. അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങള് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണോ പോലെ അതോ സ്വന്തം നിലക്ക്? ഞാൻ സ്വന്തമായി വാഹനത്തിലാണ് പോകാനുള്ളത്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഈ കണ്ണ് ഹരിയാന ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ അല്ലാതെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും പലയിടത്തും അങ്ങനെ ഗ്രാമങ്ങളിലേക്കൊന്നും വല്ലാണ്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ഓട്ടോ ഒക്കെ അറിയാലോ, നിങ്ങൾക്ക് അറിയില്ല, 10 ആളൊക്കെ അങ്ങനെ ഒരുമിച്ച് പോകുന്നത്. ഇപ്പൊ ഇനി നോർത്ത് ഈസ്റ്റ് നോർത്ത് ഇന്ത്യ ഈ ഗ്രാമങ്ങളും സംസ്ഥാനങ്ങളും അല്ലാതെ പുറത്തേക്ക് എവിടെക്കെങ്കിലും നിങ്ങൾ പ്ലാൻ ഉണ്ടോ? അതായത് ഇപ്പം എനിക്ക് വികാസം അങ്ങനെ താല്പര്യമുണ്ട്. പെട്ടെന്നില്ല, നമ്മുടെ സ്കൂളിന്റെ പണിയൊന്ന് പൂർത്തിയാവണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ തുർക്കി, നിങ്ങൾ നേരത്തെ പഠിക്കാൻ പോകുന്നു, തുർക്കിയിലെ ഗ്രാമങ്ങളൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ, അതുപോലെ ഈജിപ്ത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനല്ല, ഞങ്ങൾ വന്നാല് ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കണ കാര്യം കണക്ഷൻ ഉണ്ടാവണല്ലോ സംഭവം. ഇങ്ങോട്ട് യാത്രയിലൊക്കെ എനിക്ക് തോന്നുന്നു ആ കഥകൾ കിട്ടാൻ കാരണം ഈ കണക്ഷനാണ്. അതെ, കണക്ഷനാണ് തീർച്ചയായും. ഈ കഥകൾ, ഈ ഒരു ഫോം ഈജിപ്തിലൊക്കെ പോയിട്ട് അവതരിപ്പിച്ചാൽ നല്ല രസമാണ്. ഭയങ്കര ഗ്രാമങ്ങളാണ്. നമ്മളിങ്ങനെ ഈ അറബ് വ്ളോഗേഴ്സിന്റെയും ട്രാവലേഴ്സിന്റെ ഒക്കെ ഇതിൽ മാത്രം കിട്ടുന്ന. അപ്പൊ ഇപ്പടുത്ത് നമ്മള് ഉമർ ഫാറൂഖ് പറഞ്ഞിട്ട് ഒരു ട്രാവലറിന്റെ മൗറിറ്റാനിയയിലെ ഒരു കഥനെ കുറിച്ച് ഇങ്ങനെ അവിടുത്തെ ഹിഫ്ള് സിസ്റ്റത്തിനെ കുറിച്ചും അവിടുത്തെ ഗ്രാമങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ വൺ പാത്ത് നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന ഒരു സാധനം, അതായത് മൗറിറ്റാനിയയിൽ ഉള്ളിലുള്ള ഒരു ഡാലികോംബെ പറഞ്ഞൊരു ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത വെച്ചാൽ അവിടെ ഉള്ളവരൊക്കെ അന്ധരാണ്. അപ്പൊ അത് കാണാൻ പോവുക. അപ്പൊ അവിടേക്ക് കുറെ കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോവുക. അപ്പൊ അതൊക്കെ ഗ്രാമം ബേസ് ചെയ്തുള്ളതാണ്. നമ്മള് ഷോക്കായി പോകും. ഇവിടെ ഉണ്ട് ഒരു പാമ്പാട്ടികളുടെ ഗ്രാമം, പിന്നെ ബംഗാളില് ഷാംസി. പാമ്പാട്ടികൾ മാത്രമുള്ള ഗ്രാമമാണ്. ഭയങ്കര രസമാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും 5-6 പാമ്പുകൾ. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ പാമ്പിന്റെ വാലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്, ഞാൻ ഒരിക്കൽ അവിടെ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രദർശനമൊക്കെ ഒരുക്കിയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു സംഗതി. പക്ഷെ പാമ്പിന്റെ കളിപ്പിക്കലൊക്കെ സർക്കാർ നിരോധിക്കുക എന്തോ ചെയ്തു. അങ്ങനെ പിന്നെ അവര് മാജിക്കിലേക്ക് മാറി. മാജിക് പറഞ്ഞാൽ ചെറിയ ചെറിയ മാജിക്, ഒരു കത്തി ഇങ്ങനെ വെച്ച് അതിന്റെ അടിയിൽ ഇങ്ങനെ അടിക്കുക. അപ്പൊ ഒന്നും പറ്റുന്നില്ല. അപ്പൊ കത്തി ഇങ്ങനെ സൈഡാക്കുക എന്തോ ആണ്. പക്ഷെ നമുക്ക് കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു മാജിക്കിന് ഇപ്പോൾ വാല്യൂ ഇല്ല, കാരണം നമ്മളൊക്കെ യൂട്യൂബിൽ കാണുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം പാമ്പാട്ടികൾ. ഇത്തരം നിങ്ങൾ പറഞ്ഞില്ല, ഇപ്പോൾ ഈജിപ്തിൽ പോയ നല്ല ഗ്രാമങ്ങളാണ്. ഇത്തരം ഗ്രാമങ്ങൾ ഒരുപാട് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ, ഇപ്പോൾ ഞാൻ ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു ഗ്രാമത്തിൽ, ബഗ്ഗ ഗ്രാമത്തിൽ പോയ സമയത്ത് അവിടുത്തെ വീടുണ്ടാക്കി കൊടുത്തത് നമ്മളായിരുന്നു. അതായത് കൊറോണ സമയത്ത് അവരുടെ പാൽ വിൽപ്പനയൊന്നും അങ്ങനെ നടക്കാത്തൊരു സമയത്ത് പിന്നെ ഒരു വീടുണ്ടാക്കൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. ബഗ്ഗ ഗ്രാമല്ലേ നിങ്ങൾ കുറേ യാത്ര ചെയ്ത് ഉള്ളോട്ട്? അതെ, ഒരു കാടിനുള്ളിലുള്ള ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ കണക്ഷൻ നമ്മളാണ്. അവർ പലരും മുഖേന നമ്മളിലേക്ക് എത്തിപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു വീടുണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ആകെ 2 ലക്ഷം റുപ്യ വീടിനുള്ളൂ. വലിയ പരിപാടികളൊന്നുമില്ല, സിമ്പിൾ ഒരു വലിയ കാര്യമാണ്. അവരെന്നെ ഉണ്ടാക്കും, മണ്ണാണ്, ഓരെന്നെ തേച്ചെടുക്കും. ആ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളത് സഹായിച്ച് ആ വീട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവിടുത്തെ ഒരു കുട്ടീനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും അറിയില്ല. കേരളത്തിലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടി പഠിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് അവരുടെ ബന്ധം. അപ്പോൾ
ആ കുട്ടീനെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത് ഒരാൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ 2 മക്കള് പിന്നെ 2 മക്കളുണ്ട്. ഉമ്മ മരണപ്പെട്ടു, അതിൻ്റെ ഇടക്ക് 2 മക്കളുണ്ട്. ആ മക്കള് അവർക്കും വരണം എന്നൊക്കെ അവന് പറയുന്നത്. അപ്പോൾ നമ്മൾ സുക്കൂനിലേക്ക് കൊണ്ടുവരാം എന്നിങ്ങനെ, സ്കൂൾ റെസിഡൻഷ്യലാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ അവിടുന്ന് ട്രെയിനിലും ഇവിടുന്ന് അദ്ദേഹം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു, ഉപ്പാക്കും ഒക്കെ. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിലും ട്രെയിനിലും കയറുന്ന ആളാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും ഉൾഗ്രാമത്തിൽ പുറത്തേക്ക് ഇവർ പാലാണ് പ്രധാനമായിട്ടും വിൽപ്പന. വളരെ ചെറിയ തുകയ്ക്കാണ് പാലൊക്കെ വിൽക്കുന്നത്. കാരണം ഇവർ പുറം ലോകത്ത് എത്തുന്നില്ല. അപ്പം എന്ത് ചെയ്യും, അതുവഴി ആൾ വരും, ആ ആൾക്ക് ഇവർ പാലൊക്കെ കൊടുക്കും. ഇവർക്ക് ഇല്ല. നമ്മള് ഇപ്പോ നമ്മള് ഗുറേസിലും ഒക്കെ പോയപ്പോ ഓരോട് നിങ്ങള് കേരളത്തിൽ നിന്ന് പറയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അവരോട് കോൺവെർസേഷൻ മുന്നോട്ട് പോകണല്ലോ. അപ്പൊ നിങ്ങള് കേരളത്തിക്ക് വന്നുകണോ, കേരളത്തിക്ക് വരണം ഇൻഷാ അല്ലാ എന്നൊക്കെ പറയും. അപ്പൊ ഒരേ ഇല്ലല്ല, ഞങ്ങൾ ഈ ഗ്രാമം വിട്ടിട്ട് അതായത് ശ്രീനഗറിലേക്ക് തന്നെ ഒരു വട്ടമൊക്കെ പോയിട്ടുണ്ടാവും. ഷോപ്പിങ്ങിൽ പോയില്ലേ, ആ വീട്ടിലുള്ള ഉമ്മ വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല. ഗ്രാമത്തിലേക്കൊന്നും അങ്ങനെ ഇറങ്ങാത്ത ആളുകളുടെ ഒരു കൾച്ചർ കാശ്മീരിൽ നിന്ന് കണ്ടപ്പോ നമ്മളെ സുഹൃത്തിന്റെ അവിടെ സ്റ്റാഫിന്റെ ഉപ്പയാണ് കേരളത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഞാനില്ല, അവിടെ ചൂടാണ്. ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. അതായത് ഒരുപാട് യാത്ര പറഞ്ഞാല് ഇപ്പൊ എത്ര നമ്മള് സേഫ്റ്റി നോക്കിയാലും യാത്ര ഒരു എഫേർട്ടുള്ള പരിപാടിയാണല്ലോ. ഞാന് 2005 വർക്കസിൽ വരുന്നത്. അപ്പോ ആ സമയത്ത് ആണ് കശ്മീരികൾ ആദ്യമായിട്ട് മർക്കസിൽ വരുന്നത്. അപ്പോൾ ഉള്ള വലിയ ബുദ്ധിമുട്ട്, നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം, ഇവര് കൊടും തണുപ്പെന്നാ വരുന്നത്. ഇവരെ ഹൗലില് അങ്ങോട്ട് ചാടിക്കാണും, പള്ളിയിലെ ഹൗലിലൊക്കെ അങ്ങോട്ട്, കാരണം ചൂടല്ലേ. അതൊന്ന് മാറി കിട്ടാനൊക്കെ വലിയൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ കുട്ടികൾ അന്ന് വന്ന കുട്ടികളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ JNUല് PG ചെയ്യുന്നുണ്ട്. ഒരു അതിൻ്റെ ഒരു സന്തോഷം. ഇൻഷാ അല്ലാ അവരെ കുറച്ചാളുകളെ സുക്കൂനിലേക്ക് അവിടെ ആ ഭാഗത്ത് ഇന്റർവ്യൂ ഉണ്ട്, എത്തിക്കാനുള്ള ശ്രമമുണ്ട്. അപ്പൊ ഇതില് എനിക്ക് അതാ ചോദിക്കാനുള്ളത്, യാത്ര ഇത്ര എഫേർട്ടുള്ള പരിപാടി ആകുമ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട്, ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾക്ക് വേറെ എഡിറ്റർ ഉണ്ട് എന്നാ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ നിങ്ങൾ കൂടെ ഉള്ള ഒരാള് ഷൂട്ട് ചെയ്യുക, പിന്നെ വേറെ ആള് എഡിറ്റ് ചെയ്ത ആൾ ഇങ്ങനെ നോക്കും, നിങ്ങൾ ഇതിന്റെ യാത്രന്റെ ഓട്ടത്തിൽ ഇങ്ങനെ മറ്റു വർക്കുകൾ നിങ്ങൾ ബിസി ആയിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. കാണുന്ന ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. ഈ കണ്ടന്റും സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എനിക്കുള്ള ഒരു സംഗതി എന്താ വെച്ചാല്, നമുക്ക് ഇത്രയും സ്റ്റാഫ് ഉള്ളതുകൊണ്ട്, പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരായ സ്റ്റാഫുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് താമസം കൊടുക്കാൻ കഴിയില്ലല്ലോ എല്ലാവർക്കും. അപ്പോൾ പലരും അന്ന് അങ്ങോട്ട് വന്ന്, നമുക്ക് UP-യിൽ 2 സ്കൂളുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ. അപ്പോൾ അവിടെയുള്ള ആ സ്റ്റാഫ് എന്ത് ചെയ്യും, ഓരോ ദിവസവും വന്ന്, അപ്പോൾ ഇവരൊക്കെ എന്നെ ബന്ധപ്പെടും, ഇവിടെ ഒരു കഥയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവർക്കൊക്കെ അറിയാം, അറിയാം, ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് ആ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇതുകൂടി കവർ ചെയ്യുന്ന ഒരു ടൈം എടുത്തിട്ട് എടുത്തു പോരുക ചെയ്യാം. പിന്നീട് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണല്ലോ. ഇതിനൊക്കെ ഒരു ടൈം ഇത്ര വിഷ്വലായാൽ നമുക്കായി എന്ന് മനസ്സിലായി. പിന്നീട് ഇരുന്ന് ഒരു ചെറിയ സമയം കൊണ്ട് എഡിറ്റ് ചെയ്താൽ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ശരിക്കും ഇതിലെ ക്യാമറ അല്ലേ. നമുക്ക് ആകെ ഈ കണ്ണുകൊണ്ടാണ് എല്ലാ കാഴ്ചകളും കാണുന്നത്. ഒരു ഐഫോണിൽ 3 ക്യാമറ ചുരുങ്ങിയതുണ്ട്, ഒരു അൾട്രാ വൈഡ് ഉണ്ട്, പിന്നെ ഒരു സൂം ലെൻസും ഉണ്ടാവും. ഈ സൂം ലെൻസും ഈ 3 ക്യാമറകളും എടുക്കുന്ന പണി നമ്മൾ കണ്ണുകൊണ്ട് ഒറ്റ ഇതുകൊണ്ടാണ് എടുക്കുന്നത്. നമുക്ക് നമ്മളുടെ കണ്ണ് അൾട്രാ വൈഡാണ്. അൾട്രാ വൈഡ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വൈഡാണ്, വെരി അൾട്രാ വൈഡാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സൂം തന്നെയാണ്. അപ്പം നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളെല്ലാം ക്യാമറയിൽ എടുക്കാൻ നോക്കണം. നമ്മളൊരു സെക്കൻഡ് ഐ ആയിട്ട് മാറണം. അപ്പോൾ ഇത് കാണിക്കേണ്ട സ്ഥലത്ത് വൈഡ് കാണിക്കേണ്ട സ്ഥലത്ത് വൈഡ് കാണിക്കണം. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ സമയത്ത് നമുക്കൊരു സ്റ്റെബിലൈസേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിനുണ്ട്. ഈ സാധനം എന്തിനില്ല. ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസേഷൻ ഉള്ളത് ഐഫോണിലാണ്. എന്നാൽ പോലും പെട്ടെന്ന് തിരിക്കുമ്പോൾ അതും കുറച്ച് പതറിപ്പോകും.
അപ്പോൾ പിന്നീട് നമ്മളെ കണ്ണ് കാണാൻ അത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച്, ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈഡ് എന്തായാലും എടുക്കണം, ഒരു സൂം എടുക്കണം, പിന്നെ ഒരു അൾട്രാ വൈഡ് വേണം. അപ്പോഴേ നമുക്ക് അവിടെ എത്തിയൊരു ഫീൽ എന്ത് ചെയ്യുള്ളൂ കിട്ടുള്ളൂ. അതാണ് ഇതിൽ ലാസ്റ്റ് എനിക്ക്, അതായത് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ആളുകൾ ഇതിനെങ്ങനെ കാണാം, നിങ്ങൾ മൈക്കൊക്കെ കുത്തി ആളുകളിലൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളാണെങ്കിലും അവിടുത്തെ ആളുകൾക്കൊന്നും അത് ഭയങ്കര നോർമൽ ആവൂലല്ലോ തീരെ. അപ്പൊ എങ്ങനെയാണ് ഓരോ അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? അവർക്ക് ഇപ്പൊ ഇൻസ്റ്റൊക്കെ ലോകത്തുണ്ട് അവർക്കറിയാം, അത്രക്ക് പുരാതന. അപ്പോ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഇൻസ്റ്റയില് ഒന്ന് അവരുടെ ഒരു വീഡിയോ കാണൂല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇപ്പൊ പോസിറ്റീവാ ഫുള്ള്. പോസിറ്റീവാണ്. ഇപ്പൊ ഞാന് ഒരിക്കൽ പിന്നെ അടക്കാപ്പഴം എന്ന് അറിയില്ല നിങ്ങൾക്ക്? പേരക്ക. അപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് അടക്കാപ്പഴം എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും ഒന്നും ഇന്നില്ല, നമ്മളെ ഭാഗത്തുള്ള. അപ്പൊ അത് ചെയ്തപ്പോ കണ്ണ് കാണാത്ത ഒരാളുടെ പേരക്കത്തോട്ടത്തെ കുറിച്ചാണ് ചെയ്തത്. ഒരു ദിവസം ഉണ്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നു, നിങ്ങളുടെ വീഡിയോ ഉഷാറായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗ്രാമത്തിലൊക്കെ ഉള്ള എല്ലാരും കണ്ടു, എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് അപ്പൊ മൂപ്പർക്ക് ഭാഷയും മനസ്സിലാവൂല, പിന്നെ കണ്ണ് കാണാത്തതുകൊണ്ട് വിഷ്വലും കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരാള് പോലും ഞാൻ ഭയങ്കര സന്തോഷാണ്. പിന്നെ കർഷകരൊക്കെ ആയ ആൾക്കാര് പിന്നെ എന്റെ നമ്പർ വാങ്ങിയേക്കും, പിന്നെ നിങ്ങള് വീഡിയോ ഇടുന്ന സമയത്ത് ഒന്ന് അറിയിക്കണേ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ചിലപ്പം ചില ആളുകളുടെ ഇതിലൊന്നും ഇതുണ്ടാവില്ല, പക്ഷെ യുവാക്കളായ കുറെ ആൾക്കാരുണ്ട്, അവരുടെ ഇതിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ അവർ കണ്ടിട്ട് സന്തോഷമൊക്കെ പറയും. അങ്ങനെ ഒരു പിന്നോൽക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ അതിഥികളാണ് പ്രധാനമായിട്ടും. അതിഥികളെ സൽക്കരിക്കണമെന്നും ഒക്കെ ഉള്ളൊരു എല്ലാവരുടെയും ഉള്ളിലുള്ളതല്ലേ, ഏറ്റവും മനസ്സ് നിറഞ്ഞു പോകണം. ആ ഗ്രാമങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അത് ഏറ്റവും വരുന്നതായിരിക്കും. അല്ല അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഒരു വേഷമായിട്ട് ഒരാളിങ്ങനെ പോകുന്ന സമയത്ത് ഓർക്കൊരു അത്ഭുതമല്ലേ, ഒരു കൗതുകം. നമ്മളെ നാട്ടിൽ ഇത് വ്യാപകമാണ്, പക്ഷെ ഒരു കൗതുകമുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരാൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ അവരുടെ വീട്ടിൽ. ഞാൻ ഈ കാശ്മീരിൽ ഇപ്പൊ ഈ അടുത്ത് പോയ സമയത്ത് ഒരു സുഹൃത്തിന്റെ മുഖേന പോയത്. പിന്നെ ഓൻ വിളിച്ചിട്ട് പറയാണ്, നാട്ടുകാർ മൊത്തം എന്നോട് പിന്നെ വഴക്ക് പറയാണ്, എന്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കച്ചറ. അവ അടുത്തഞ്ഞ് വരുമ്പോ എല്ലാവരുടെ വീട്ടിലേക്കൊന്ന് വരണേ. അപ്പൊ ഇവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല. പ്രശ്നം എന്താ വെച്ചാല് എല്ലാ വീട്ടിലും ചായ ഉണ്ടാക്കുമല്ലോ, നമ്മളൊരാളല്ലേ ഉള്ളൂ, ഒരു വയറും. അപ്പൊ അങ്ങനെ ഒരു ഇവർക്ക് സൽക്കരിച്ചിട്ട് മതിയാവൂല. ചിലപ്പോ എനിക്കൊക്കെ തോന്നി നമ്മക്ക് ചിലപ്പോ ഇങ്ങനെ കുറച്ചിൽ വരും, അതായത് ഇവരെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാണല്ലോ, എനിക്കൊക്കെ അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കി. കാശ്മീരിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവരവിടെ ഇരിക്കും, ഉമ്മയും ഉപ്പിയും ഉപ്പങ്ങളും എല്ലാവരും ജ്യേഷ്ഠ അനിയന്മാരൊക്കെ നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ഒരു കഴിക്കൂല കേട്ടോ, ഒരു കഴിക്കൂല, നമ്മളങ്ങനെ കഴിപ്പിച്ചിട്ട് ഇങ്ങനെ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എന്നിട്ടിങ്ങനെ അത് ഒരു വിളമ്പി അത് ആക്കി ഓരോന്നും എന്നിട്ട് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. എന്തോ ഒരു അനാദരവ് പോലെ. നമ്മളൊരു മര്യാദന്റെ പുറത്ത് കുറച്ച് കഴിക്കുള്ളൂ. ഞാന് ചിക്കൻ കഴിക്കില്ല. പിന്നെ യാത്രയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ചിക്കൻ ഉപേക്ഷിച്ച. അധിക സ്ഥലത്തും ചിക്കൻ ഉണ്ടാവുമല്ലോ, അപ്പൊ ഞാൻ പോലെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ടാണ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ കാശ്മീരിൽ അത്ര പാടല്ലോ, ആടായിരിക്കും. അപ്പൊ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ പൂതി വെച്ചതായിരുന്നു കൊറേ ആയിട്ട് നിങ്ങളെ കാണണം. ഇനിയിപ്പോ നിങ്ങളെ കൂടെ യാത്ര ചെയ്യണമെന്നാണ് നമ്മളെ പൂതി. പക്ഷെ നമുക്കിങ്ങനെ ഈ ഗ്രാമങ്ങളൊക്കെ കാണുമ്പോ നമുക്കും അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഇല്ല, കാരണം എന്ത് കണ്ടിട്ട് എങ്ങോട്ടാ പോവാ, എവിടെ പോയാൽ ആരാ ഉള്ളത്, അങ്ങനെയൊക്കെ ഈ പറഞ്ഞൊരു ബേജാറാണ് ഉള്ളത് അതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളുടെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ധൈര്യവും കാണാനുള്ള ഒരു പൂതിയൊക്കെ ഇങ്ങനെ വരും.
നിങ്ങളെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്ന പോലെ അല്ല ഇതിങ്ങനെ പറയില്ല, അതായത് ഒരു നെഗറ്റിവിറ്റി ഇല്ലാത്തൊരു കമന്റ് ബോക്സ് ഇതാ കാണുന്നതാണ്. ഞങ്ങൾ വെറുതെ ഇന്നലെ രാത്രി നിന്നിട്ട് നിങ്ങളെ വീഡിയോസിന്റെ കമന്റ് വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി. സാധാരണ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ആൾക്കാർക്ക് കമന്റിൽ എന്തും പറയാലോ. ഇപ്പൊ നമ്മളെ വീഡിയോസിൽ തന്നെ ഓരോരുത്തരും ഓരോന്നിനും കമന്റ് ഇടുന്ന കാണണം. നമ്മള് പിന്നെ ഒരു രസത്തിലൊക്കെ കാണാം. നമ്മളിങ്ങനെ ഇരുന്ന് ചിരിക്കും ഓരോ കമന്റ് വായിച്ചിട്ട് ആൾക്കാർ വിലയിരുത്തുന്ന കണ്ടിട്ട്. സൈഡ് ഓഫ് ഇൻസ്റ്റാഗ്രാമും ഇതാണല്ലോ, ഈ കുറെ കൊലപാതകങ്ങള്, പല കേസുകള്, ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കണ്ടന്റുകൾ. അപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ സന്തോഷിക്കാം. കേരളത്തിൽ സന്തോഷിക്കുന്ന മനുഷ്യന്മാർ അങ്ങനായിട്ട് ആൾക്കാർ മൊത്തത്തിൽ ഇങ്ങനെ കാണുന്ന ഒരു കണ്ടന്റാണ് പീട്ടിന്റെ കണ്ടന്റ്. ഇൻഷാ അല്ലാഹ് അപ്പം ഇനിയും ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു അവസരം പടച്ചോൻ തരട്ടെ. ഇനി ഒരുപാട് യാത്ര ചെയ്യാനും വലിയൊരു ഉദ്യമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പടച്ചോനെ റെഡിയാക്കി തെരുമാറാട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇരിക്കാം, നിങ്ങളുടെ കൂടെ ഇനി യാത്ര ചെയ്യണം, നിങ്ങളെ കൂടെ ഒരുപാട് സഞ്ചരിക്കണം എന്നൊക്കെ പൂതിയുണ്ട്. അപ്പോൾ ഇതൊരു അതിനുള്ളൊരു തുറവിയാണ് ഈ ഒരു പോഡ്കാസ്റ്റ്. മറ്റേ ഗ്രാമത്തിൽ ഒന്ന് നമുക്ക് ഇതൊക്കെ താല്പര്യം പറഞ്ഞ പോലെ ക്ലാസ് അത് ഇതൊക്കെ നമ്മൾക്ക് ഈ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു ദിവസം ആക്കാം. നല്ല ഒരു ഇഫ്താർ, ഗ്രാമീണ ഇഫ്താർ, തനിനാടൻ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ശരി, അസ്സലാമു അലൈക്കും.